ഹായ് ഹലോ നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷഫീഖ് ഫിറോസ് ഖാൻ. എൻട്രിയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് CPO ഉദ്യോഗാർത്ഥികളായി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ട ചില ടോപ്പിക്കുകളാണ്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന കാറ്റഗറിയിൽ നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ട ചില ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലൂടെ നമുക്ക് റിവിഷനിലേക്ക് ഒന്ന് പോകാം. വളരെ ശ്രദ്ധയോടെ ക്ലാസ്സിലിരിക്കണം. നമ്മൾ എത്ര സമയമാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ക്ലാസ്സിൽ ആ സമയം മുഴുവനായി നിങ്ങൾ കൃത്യമായി ശ്രദ്ധയോടെ ഇരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് അങ്ങ് പോകാം. സാധാരണഗതിയിൽ സ്പെഷ്യൽ ടോപ്പിക്സിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ചോദിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെയാണ്. അത് ഏതൊക്കെയാണ്? ആദ്യത്തത് ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ചില ചോദ്യങ്ങളും ചില പ്രൊവിഷൻസുമാണ് അല്ലെ, BNS പ്രകാരം. കൂടാതെ BNSS പ്രകാരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. പിന്നെയുള്ളതോ BSA ഭാരതീയ സാക്ഷി അധിനിയം. പിന്നെയുള്ളതോ കേരള പോലീസ് ആക്ട്. ഇത്രയും പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ട ഈ സബ്ജക്റ്റുകൾ ഇന്ന് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിലൊന്ന് പറഞ്ഞു തന്നാലോ? അപ്പോൾ ശ്രദ്ധയോടെ ഇരിക്കുക. കുറേ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം, നിങ്ങൾ കുറേ പോർഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാകാം. ഇവിടെ അതെല്ലാം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഈ ക്ലാസ് നന്നായി ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയെങ്കിൽ ഈ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് BNS, എന്താണ് BNSS, BSA, കേരള പോലീസ് ആക്ട്, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ബന്ധം എന്താണ്? അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു കാറ്റഗറിയിൽ മാറ്റാവുന്ന BNS, BNSS, BSA ഇതൊന്ന് മനസ്സിലാക്കാം. ഭാരതീയ ന്യായ സംഹിത, പണ്ട് ഇതിനെ വിളിച്ചിരുന്നത് IPC അഥവാ ഇന്ത്യൻ പീനൽ കോഡ് എന്നായിരുന്നു. 1860കളിൽ എഴുതപ്പെട്ട ഈ ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്ന കൊളോണിയൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നിയമം. എന്തുമായി ബന്ധപ്പെട്ട നിയമം? ഭാരതീയ ന്യായ സംഹിത എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ ശിക്ഷാ നിയമമാണ്. ഇവിടെ എന്താണ് പറയുന്നത്? വേറൊന്നുമില്ല. ഭാരതീയ ന്യായ സംഹിതയിൽ പറയുന്നത് കുറ്റങ്ങളും അവയുടെ ശിക്ഷയുമാണ്. വേറൊന്നുമില്ല. കുറ്റങ്ങളും അതുമായി ബന്ധപ്പെട്ട ശിക്ഷയുമാണ്. മർഡർ ആണോ? നോക്കിക്കേ, 101 പ്രകാരം, BNSലെ 101 പ്രകാരം, അല്ലെങ്കിൽ IPCലെ 300 പ്രകാരം മർഡർ എന്താണെന്ന് പറയുന്നു. അതിന് പണിഷ്മെന്റ് 103ൽ പറഞ്ഞിരിക്കുന്നു. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? കുറ്റവും അതുമായി ബന്ധപ്പെട്ട ശിക്ഷയുമാണ് ഭാരതീയ ന്യായ സംഹിതയിൽ വ്യക്തമായി പറയുന്നത്. അങ്ങനെയെങ്കിൽ BNSSലേക്ക് ഒന്ന് വന്നേ. ഒരു ക്രൈം നടന്നാൽ, ഒരു കുറ്റകൃത്യം നടന്നാൽ ആ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട വളരെ പ്രാധാന്യത്തോടു കൂടിയുള്ള നടപടിക്രമങ്ങളുണ്ട്, പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ BNSS എന്താണ്? ഇറ്റ്സ് എ പ്രൊസീജിയർ ലോ. നാം പാലിക്കേണ്ട പ്രൊസീജിയർ. ഒരു കുറ്റകൃത്യം നടന്നാൽ അവിടെ എന്താണ്? നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി. ഒരാൾ വിളിച്ചു പറയുകയാണ്, ഇന്ന സ്ഥലത്ത് കൊല്ലം ജില്ലയിലെ ചിന്നക്കടയിൽ വെച്ച് ഒരാൾ അപകടത്തിൽ മരിച്ചു, അല്ലെങ്കിൽ ഒരാൾ അപകടത്തിൽപ്പെട്ടു, അല്ലെങ്കിൽ ഒരാൾ കൊല്ലപ്പെട്ടു, എന്തു ആയിക്കോട്ടെ. പോലീസ് എന്ത് ചെയ്യുന്നു? ആ വിളിച്ചറിയിച്ച ആളുടെ സ്റ്റേറ്റ്മെന്റിനെ FIS എന്ത് പറയൂടാ? FIS എന്ന് പറയും, ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു, അവർ രജിസ്റ്റർ ചെയ്യുന്ന FIR രജിസ്റ്റർ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ആ ഇൻഫർമേഷൻ രജിസ്ട്രിയിൽ രേഖപ്പെടുത്തുന്നു. എന്നിട്ട് അന്വേഷണം, എൻക്വയറി നടത്തുന്നു. എന്താ സംഭവിക്കുന്നത്? കോടതിയിലേക്ക് കേസ് എത്തുന്നു. കോടതി ജഡ്ജ്മെന്റ് പറയുന്നു. ആരാണോ കുറ്റക്കാരൻ ആ കുറ്റക്കാരനെ കണ്ടെത്തി അയാൾക്ക് ശിക്ഷയും കൊടുക്കുന്നു. ഇതൊരു പ്രൊസീജിയർ അല്ലേ? ഇവിടെ തുടങ്ങി ആ ജഡ്ജ്മെന്റ് വരെയുള്ള ആ പ്രൊസീഡിങ്സ് എന്ന് പറയത്തില്ലേ, അതാണ് BNSS പ്രകാരം നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. എല്ലാം പഠിക്കാനില്ല. പോലീസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സെക്ഷൻസ് ആണ്. നമ്മൾ ഇന്ന് എല്ലാം നോക്കുന്നില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട ചില എക്സ്പ്ലനേഷൻസുമാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. BNS പ്രകാരം എന്താ സംഭവിക്കുന്നത്? നമ്മൾ കുറ്റകൃത്യങ്ങളും അതിനുള്ള ശിക്ഷയും പഠിക്കുമ്പോൾ BNSS പ്രകാരം അതിന്റെ നടപടിക്രമങ്ങളാണ് പോലീസിന്റെ അധികാരങ്ങൾ, മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജഡ്ജിന്റെ അധികാരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടി, ഫംഗ്ഷൻ, ഇതൊക്കെ ഇവിടെ പഠിക്കുന്നത് BNSSലാണ്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അടുത്തേക്കൊന്ന് പോയ BSA. കൊല്ലം ജില്ലയിലെ ചിന്നക്കടയിൽ ഒരാൾ ഒരു കത്തി എടുത്ത് ഒരാളുടെ നെഞ്ചത്ത് കുത്തി, എന്നിട്ട് കത്തി വലിച്ചെറിഞ്ഞു. വലിച്ചെറിഞ്ഞ കത്തി ഒരു എവിഡൻസ് അല്ലേ ഇവിടെ? ആണോ? കുത്താൻ ഒരാൾ വെറുതെ മരിച്ചു കിടക്കത്തില്ല. അതിന് തക്കതായ കാരണം ഉണ്ടാകണം, സാഹചര്യം ഉണ്ടാകണം. ആ സാഹചര്യത്തെയും കാരണത്തെയും വ്യക്തമാക്കുന്ന, കോടതിക്ക് മുമ്പിൽ അതൊരു എവിഡൻഷ്യൽ തെളിവായി മാറുന്ന എല്ലാ സാഹചര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ BSA നമ്മളെ സഹായിക്കും. ഇതിന് പഴയ പേരുണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് പഠിക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കുറച്ച് കാലം ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം അവിടെ ഉണ്ടാകും. അപ്പോൾ ഒരു ഔട്ട്ലൈൻ എന്ന നിലയിൽ പറയുക. പിന്നെ കേരള പോലീസ് ആക്ട് ആണ്. എന്താണ് കേരള പോലീസ് ആക്ട്? ഒരു സംസ്ഥാനത്തെ പോലീസുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ നടത്താൻ അതാത് സംസ്ഥാനങ്ങൾക്ക് അവകാശമുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റിലല്ലേ പോലീസ് വരുന്നത്? ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ? സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന പോലീസിനെ കുറിച്ചുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ അതാത് സംസ്ഥാനങ്ങൾക്ക് പറ്റും.
അങ്ങനെ കേരളത്തിലും എന്തു ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? കേരളത്തിലും അങ്ങനെ ഒരു ബന്ധപ്പെട്ട നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് കേരള പോലീസ് ആക്ട്. കേരള പോലീസുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ, അധികാരങ്ങൾ, ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി ഇതെല്ലാം എവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, കേരള പോലീസിൻ്റെ രൂപീകരണം, ഘടന ഇവയെല്ലാം കേരള പോലീസ് ആക്ടിനുള്ളിലാണ്. ഇനി അവർക്ക് ചില ഡ്യൂട്ടീസ് ഉണ്ട്, ഫങ്ഷൻസ് ഉണ്ട്, അവ കൂടി നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, ഇന്ന് പഠിക്കാൻ പോകുന്ന 3 വളരെ പ്രധാനപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് BNS, BNSS, BSA, കേരള പോലീസ് ആക്ട്. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് അങ്ങ് പോകാം. ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചില ചോദ്യങ്ങൾ, അതിന് എക്സ്പ്ലനേഷനുമായി നമുക്ക് ആക്ടിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ പഠിക്കാം. ഒന്ന് നോക്കിക്കേടാ, ഇവിടെ ആദ്യത്തെ ചോദ്യം ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് വന്നാൽ ഇത് ചോദ്യങ്ങൾ തന്നെയാണ് കേട്ടോ. നോക്കിക്കേ, ഇന്ത്യൻ പീനൽ കോഡ് അഥവാ IPCക്ക് പകരമായി നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമം ഏതാണ്? ഇപ്പൊ പറഞ്ഞതുള്ളൂ, ഭാരതീയ ന്യായ സംഹിത. ഇത് കൊണ്ടുവന്നതാരാ? അന്നത്തെ സെൻട്രൽ ഗവൺമെന്റ് തന്നെ. പക്ഷെ അവതരിപ്പിച്ചതാരാ? ഈ ചോദ്യം നോക്കിക്കേ, ഈ 3 ശിക്ഷാ നിയമങ്ങളും BNS, BNSS അതുപോലെ BSA എന്നിവ നിയമസഭയിലല്ലല്ലോ, ഇതെവിടെ അവതരിപ്പിക്കുന്നത്? പാർലമെന്റിൽ അവതരിപ്പിച്ചത് അന്നത്തെ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള ആരാ? പറഞ്ഞേ, അമിത് ഷായാണ്. മറക്കണ്ട, അമിത് ഷായാണ്. അമിത് എന്ന് എഴുതി വെച്ചേക്കഴിഞ്ഞാൽ അമിത് ഷായാണ് ഇത് അവതരിപ്പിച്ചത്. മറക്കണ്ട, അതൊരു ചോദ്യമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. ഭാരതീയ ന്യായ സംഹിത രാജ്യത്തിൽ നിലവിൽ വന്ന തീയതി അന്ന് അവതരിപ്പിച്ചെങ്കിലും നിലവിൽ വരാൻ സമയമെടുക്കും അല്ലേ? കെയിം ഇൻ ടു ഫോഴ്സ് അല്ലെങ്കിൽ നിലവിൽ വന്ന തീയതി ജൂലൈ 1, 2024. മറക്കേണ്ട ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, ആകെ എത്ര അധ്യായങ്ങളും അതിലെ ചാപ്റ്ററുകളും ഉണ്ടെന്നുള്ളതാ. 20 അധ്യായങ്ങളിലായി 358 സെക്ഷൻസ് ആണുള്ളത്. അപ്പോൾ IPCയിൽ 511 സെക്ഷൻസ് 22 അധ്യായങ്ങളായി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. വളരെ വേഗത്തിൽ ഒന്ന് മനസ്സിലാക്കുകയെ, ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ചൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നാൽ അതുമായി ബന്ധപ്പെട്ടൊരു ഘടനയാണ് മനസ്സിലാക്കേണ്ടത്. അമിത് ഷാ അത് അവതരിപ്പിച്ചതിന് ശേഷം ജൂലൈ 1 2024 അത് നിലവിൽ വരുന്നു എന്നുള്ളതുമാണ്. ഓർത്ത് വയ്ക്കുക, എത്ര സെക്ഷൻസ് ഉണ്ട്, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, എല്ലാം പഠിക്കാനുണ്ടോ? എല്ലാം നിങ്ങൾക്ക് പഠിക്കാനല്ല, ആവശ്യമുള്ളത് മാത്രം നോക്കാം. BNS പ്രകാരം ആദ്യമായി നിയമവിധേയമാക്കിയ പുതിയ ശിക്ഷ ഏതാണ്? ഇത് പഠിക്കേണ്ടതല്ല, നിർബന്ധമായും പഠിക്കേണ്ടതാണ്. അതായത് നമുക്ക് എത്ര തരം ശിക്ഷയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ 6 തരം ശിക്ഷയുണ്ട്. അതൊരു ചോദ്യമാണ്, ഇത് വരുന്നുണ്ട്, നമുക്ക് അവിടെ പറയാം. അത് ഏതൊക്കെയാണെന്നുള്ളത് അവിടെ പറയാം. ശ്രദ്ധിച്ചിരുന്നോണേ. എത്ര തരം ശിക്ഷയുണ്ട്? 6. ആറാമതായി എന്നാൽ പുതിയതായി കൊണ്ടുവന്നത് നിങ്ങളുടെ മുമ്പിലേക്ക് കമ്മ്യൂണിറ്റി സർവീസ് അഥവാ സാമൂഹിക സേവനം എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ എളുപ്പമാണ്. എന്താണ് പുതിയൊരു സേവനം? നിങ്ങളൊരു കുറ്റകൃത്യം ചെയ്തു, അതും ചെറിയ കുറ്റകൃത്യങ്ങൾ, പെറ്റി ഒഫൻസുകളാണെങ്കിൽ കോടതി എന്ത് ചെയ്യും? നീ ഒരു പബ്ലിക് പ്ലേസിൽ പോ, അല്ലെങ്കിൽ പാർക്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പബ്ലിക് പ്ലേസ്, ഹോസ്പിറ്റലിൻ്റെ ചുറ്റുപാടോ സ്കൂളുകളുടെ ചുറ്റുപാടോ ഒക്കെ ഒന്ന് പോയി അവിടേക്ക് ഒന്ന് വൃത്തിയാക്കുക. അവന് കൊടുക്കുന്ന ശിക്ഷയാണത്. അതിന് നമുക്ക് സാമൂഹ്യ സേവനമെന്ന് വിളിക്കാം. ഓക്കെ ആണോ? എളുപ്പത്തിന് വേണ്ടി ഓർത്തു വെച്ചോ, സാമൂഹ്യ സേവനം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ പബ്ലിക്കില എന്ന് പറഞ്ഞാൽ ജഡ്ജിന്റെ വീട്ടിൽ പോയി തൂക്കാൻ പറയോ, തുടയ്ക്കാൻ പറയോ? ഇതൊന്നും ചെയ്യില്ല. 5ാമത്തെ ചോദ്യം നോക്കിക്കേ. BNS പ്രകാരം കുട്ടി എന്ന നിർവചനത്തിൽ വരുന്ന പ്രായപരിധി എത്രയാണ്? 18 വയസ്സാണ്. 2 Clause 4ലും 3ലും ഒക്കെ പറഞ്ഞിരിക്കുന്ന 18 വയസ്സ് മറക്കണ്ട. 18 വയസ്സ് എന്നുള്ളതാണ്. ചില ആൾക്കാർ പറയും 12 എന്നാ. അല്ല, കുട്ടി എന്ന് പറഞ്ഞാൽ 18 വയസ്സാണ്. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് വന്നേ. ചോദ്യം നമ്പർ 6 ആണ്. ഭാരതീയ ന്യായ സംഹിതയിൽ പുതുതായി ഉൾപ്പെടുത്തിയ ശിക്ഷാ തരങ്ങൾ ആകെ എത്രയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരങ്ങൾ 6 എണ്ണമാണ്. ജീവപര്യന്തം അതിലൊരെണ്ണം മാത്രമാണ്. ആദ്യത്തേതാ? മരണശിക്ഷ അഥവാ ഡെത്ത് സെന്റൻസ്, ഡെത്ത് പെനാലിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നും പറയും. ജീവപര്യന്തം തടവ്, കഠിന ലഘു തടവ്, സ്വത്ത് കണ്ടുകെട്ടൽ, പിഴ എന്നിവയ്ക്കൊപ്പം സാമൂഹിക സേവനം കൂടി ഉൾപ്പെടുത്തി ആകെ 6 ശിക്ഷാ രീതികളായി മാറ്റി. മറക്കണ്ട, ഇതൊരു ചോദ്യമായി ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, പഠിച്ചു വയ്ക്കുക. 6 ശിക്ഷാ രീതികൾ. അതിൽ ഏറ്റവും അവസാനമായതും പുതുതായും ഉള്ളത് സാമൂഹിക സേവനമാണ് എന്നുകൂടി ഓർക്കുക. 7ാമത്തെ ചോദ്യം നോക്കിയേ. BNSS പ്രകാരം കൊലപാതകം, മർഡർ നിർവചിച്ചിരിക്കുന്ന ഏത് വകുപ്പിലാണ്? വകുപ്പ് 101 ആണ്. അതിന് മുമ്പ് പറഞ്ഞോട്ടെ, നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഭാരതീയ ന്യായ സംഹിതയിൽ? അത് ഏതൊക്കെയാണെന്നറിയാമോ? കുട്ടികൾക്കെതിരെയും സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ, പബ്ലിക് മൊറാലിറ്റിയെ, പബ്ലിക് ഓർഡറിനെ
ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അതായത് വേസ്റ്റ് കൊണ്ട് തള്ളുക, അതുപോലെ തന്നെ അവിടെ ചെറുതായിട്ട് അടിയുണ്ടാക്കുക, അതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. നിങ്ങൾ ആ സെക്ഷൻ നന്നായി മനസ്സിലാക്കി വെക്കുക. സെക്ഷനാണ്, ആ ഭാഗത്തെ നിങ്ങൾ കൃത്യമായി പഠിക്കുക. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കിക്കോടാ, അടുത്ത ചോദ്യത്തേക്ക് ഒന്ന് വന്നാലോ. അപ്പം അതിനു മുമ്പ് 101 പ്രകാരം മർഡർ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു. കൊലപാതകം എന്താ, ആ ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു. കൊലപാതകം എന്താണെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ചോദ്യം വന്നാൽ നിർബന്ധമായും 101 എഴുതി വെക്കുക അല്ലെങ്കിൽ മാർക്ക് ചെയ്യുക. കൊലപാതക കുറ്റത്തിനുള്ള ശിക്ഷ അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? 101(3)ലാണ്, 103(1)ലാണ്. എടാ ഇതെങ്ങനെ പറയുന്നത് അറിയാമോ? 101(1) എന്നാ പറയാം. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം പഠിക്കേണ്ട കാര്യം എന്താ? മർഡറും അതിൻ്റെ ശിക്ഷയും. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് നിർബന്ധമായി പഠിച്ചേ മതിയാകുള്ളൂ. അടുത്ത ചോദ്യം, ജാതിയുടെയോ മതത്തിൻ്റെയോ ഭാഷയുടെയോ പേരിൽ 5 അതിലധികമോ ആളുകൾ ചേർന്ന് നടത്തുന്ന കൊലപാതകങ്ങൾ അഥവാ മോബ് ലിഞ്ചിങ് ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്കറിയാം നിരവധി വർഷങ്ങളായി നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയും ഇന്നും അതിനൊരു അറുതിയില്ലാതുമായി ഇരിക്കുന്ന ഒരു ഒഫൻസുകളാണ്. പണ്ടൊരിക്കൽ കയ്യിൽ കൊണ്ടുപോയ ഒരു കവറിനകത്ത് എന്താണെന്നൊരു ചോദ്യം. ഇവിടെ അല്ല, നോർത്ത് ഇന്ത്യയിലാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇത് ആട്ടിറച്ചിയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഗോമാംസമല്ല. പക്ഷെ അയാൾ എന്ത് ചെയ്തു? ഒരുപാട് ആൾക്കാർ ചേർന്ന് തല്ലിക്കൊന്നു. ഈ നാട്ടിലാ ഇത് സ്ഥിരമാണ്. ഭാഷയുടെ പേരിലായാലോ, നമ്മൾ 1947 ഒരു ബോർഡർ ഡിസ്പ്യൂട്ട് അന്ന് പഠിച്ചതല്ലേ? ആ കാലഘട്ടം മുതൽ തന്നെ ഭാഷ, വർഗം, വർണ്ണം, മതം അല്ലേ, ഇവയുടെ അടിസ്ഥാനത്തിൽ വിവേചനങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. അതിനൊന്ന് തടയണ്ടേ? അതുമായി ബന്ധപ്പെട്ട് മോബ് ലിഞ്ചിങ് എന്ന് പറയുന്ന കുറ്റകൃത്യമാണെന്ന് 103(2) വ്യക്തമാക്കുന്നു. പഠിക്കേണ്ട കാര്യം, നിർബന്ധമായും പഠിക്കേണ്ട ഒന്ന്. അടുത്തതിലേക്ക് ഒന്ന് വന്നേ, 10ാമത്തെ ചോദ്യം, ഹിറ്റ് ആൻഡ് റണ്ണ് കേസുകളിൽ അപകടമുണ്ടാക്കിയ ശേഷം പോലീസിനെയോ മജിസ്ട്രേറ്റിനെയോ അറിയിക്കാതെ ഓടിപ്പോകുന്നവർക്കുള്ള ശിക്ഷ എന്താണ്? മക്കളെ നോക്കിക്കേ, അവന് കൊടുക്കാവുന്ന ശിക്ഷ എത്രടാ? 10 വർഷം വരെ തടവും പിഴയും കൊടുക്കാം. ശരി, ഇതെല്ലാം പഠിപ്പിച്ചതിന് ശേഷം BNS പഠിച്ചതിന് ശേഷം നമുക്ക് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് കൂടിയുണ്ട്. ആ ടോപ്പിക് കൂടി പഠിക്കണം, നിർബന്ധമായും പഠിക്കണം. നമുക്ക് അതിലേക്ക് എത്താം. നോക്കിക്കേ, ആസിഡ് ആക്രമണം നടത്തുന്ന പ്രതികൾക്ക് നൽകുന്ന ശിക്ഷ എന്താണ്? ശ്രദ്ധിച്ചോണം, കുറഞ്ഞത് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ പിഴയും. ഇവിടെ ഒരു വാക്കുണ്ട്, തടവും പിഴയും കിട്ടുമെന്നുള്ളതാണ്. ഈ ജീവപര്യന്തം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? പലരുടെയും സംശയമാണ്, നിങ്ങളുടെയും പല ആൾക്കാരുടെ, പൊതുജനങ്ങളുടെ ഒക്കെ സംശയമാണ്. ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറയും, സാറേ ജീവപര്യന്തം 12 വർഷമല്ലേ, അല്ലെ ജീവപര്യന്തം 20 വർഷമല്ലേ, അല്ലെങ്കിൽ 15 വർഷമല്ലേ? അല്ല, ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുക എന്നുള്ളതാണ്. ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെന്താ സാറേ ഈ 12 വർഷം, പിന്നെന്താ സാറേ 20 വർഷം? അത് വേറൊന്നുമില്ല. സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ചില ഒഫൻസുകൾ, അറ്റംപ്റ്റ് ടു മർഡർ, കൊലപാതക ശ്രമം, അവന് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ എന്ന് പറഞ്ഞാൽ ജീവപര്യന്തമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ജീവിതകാലം മുഴുവൻ കിടക്കാമെന്ന് ജയിലിൽ. പക്ഷേ അവിടെ 20 വർഷമെന്നോ 12 വർഷമെന്നോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും വർഷം ജയിലിൽ കിടന്നാൽ മതി. ഈ വാക്കുകൾ കൊടുത്തില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന അക്കങ്ങൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ജീവപര്യന്തം എന്ന വാക്കിൻ്റെ അർത്ഥം ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുക എന്നുള്ളതാണ്. ഇത് പഠിച്ചു കഴിഞ്ഞെങ്കിൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് ഒന്ന് വന്നേ. 12ാമത്തെ ചോദ്യം, ബലാത്സംഗം എന്ന കുറ്റകൃത്യം നിർവഹിച്ചിരിക്കുന്നത് പുതിയ വകുപ്പ് ഏതാണ്? ബലാത്സംഗം എവിടാ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കിക്കേ. വകുപ്പ് 63 വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്താണ് ബലാത്സംഗം എന്നുള്ളത്. അപ്പം നേരത്തെ പറഞ്ഞു, കുട്ടികൾക്കെതിരെയും സ്ത്രീകൾക്കെതിരെയുമുള്ള ആക്രമണം എന്താണെന്നുള്ളത് കൃത്യമായി നിർവചിച്ചിരിക്കുന്നത്. പഠിച്ചേ മതിയാകൂ. അവിടെ 63 ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചത്. 13ാമത്തെ ചോദ്യം, വിവാഹ വാഗ്ദാനം നൽകിയോ വ്യാജ തിരിച്ചറിയൽ രേഖകൾ കാണിച്ചോ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിനെതിരെയുള്ള പുതിയ വകുപ്പ് ഏതാണ്? 69. ഇത് പഠിക്കാനൊരു എക്സാമ്പിൾ പറഞ്ഞോട്ടെ. 69 എന്ന് പറയുന്ന ഈ സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, ദിവസങ്ങൾ എന്നൊക്കെ പറയാം, എന്നാലും മാസങ്ങൾക്ക് മുമ്പ് MLA ആയിരുന്ന ഒരു വ്യക്തി ചെയ്ത കുറ്റകൃത്യം. ഇപ്പോൾ അദ്ദേഹം MLA അല്ല, മത്സരിച്ചായിരുന്നെങ്കിൽ പരാജയപ്പെടും, അതൊന്നും നമുക്കറിയണം അല്ലേ. പക്ഷെ ഇപ്പം MLA ആയിരിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത ചില കുറ്റകൃത്യങ്ങളുണ്ട്. വിവാഹ വാഗ്ദാനം കൊടുത്ത് അവരെ എന്ത് ചെയ്തു? പീഡിപ്പിച്ചു. അപ്പോൾ ഗർഭിണി ആയതിനു ശേഷം പറയാണ്, കല്യാണം കഴിക്കാൻ എങ്ങനെ പറ്റും എന്ന് ചോദിച്ചാൽ സെക്ഷൻ 69 പ്രകാരം അവർക്കെതിരെ കേസെടുക്കാം. നിർബന്ധമായും ഓർത്തു വെച്ച് പഠിക്കേണ്ട ഒന്ന്. ഇവിടെ പല കാര്യങ്ങളും പറയുന്നുണ്ട്, വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വാഗ്ദാനം നൽകിയോ ഒക്കെ പീഡിപ്പിക്കുമ്പോൾ സെക്ഷൻ 69 പ്രകാരം കേസെടുക്കാം. വേറൊരു കാര്യമുണ്ട്, ഇവിടെ കൺസെന്റ് ഉണ്ടോ? എന്താ കൺസെന്റ്? അനുമതി ഉണ്ട്.
അനുമതിയുണ്ട്. പക്ഷെ ആ അനുമതി എങ്ങനെയാണ് വാങ്ങിയിരിക്കുന്നത്? നോക്കി, വാഗ്ദാനങ്ങൾ കൊടുത്ത്, വിവാഹ വാഗ്ദാനം കൊടുത്തോ തെറ്റായ രേഖകൾ സമർപ്പിച്ചിട്ടോ ആണെങ്കിൽ അത് ശിക്ഷാർഹമാണ് സെക്ഷൻ 69 പ്രകാരം. ഇനി അവിടേക്ക് നമുക്ക് നിൽക്കേണ്ട അടുത്തൊരു ചോദ്യം, BNS പ്രകാരം സംഘടിത കുറ്റകൃത്യങ്ങൾ അഥവാ ഓർഗനൈസ്ഡ് ക്രൈംസ് ഉൾപ്പെടുത്തിയിരിക്കുന്ന പുതിയ വകുപ്പ് ഏതാണ്? മറക്കണ്ട, ഒരു ഫാൻസി നമ്പർ പോലെ ഓർത്തു വെച്ചാൽ 111 പറയുകയാണ് സംഘടിത കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താടാ? സംഘടിത കുറ്റകൃത്യങ്ങൾ സംഘം ചേർന്ന് കുറ്റകൃത്യം ചെയ്യുക. റോബറി ആയിക്കോട്ടെ, അതായിക്കോട്ടെ, ഡെക്കോയിറ്റി ആയിക്കോട്ടെ, ഇടയ്ക്ക് ഒരു 4-5 പേരോ 10 പേരോ ഒക്കെ ചേർന്നുള്ള കുറ്റകൃത്യങ്ങൾ സംഘടിത കുറ്റകൃത്യങ്ങളാണ്. അത് ഫ്രീക്വൻ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ഈ പറയുന്ന സെക്ഷൻ 111 പ്രകാരം അവർക്കെതിരെ ശിക്ഷ കൊടുക്കാറുണ്ട്. ശരി, അടുത്ത ചോദ്യം, അവസാനത്തെ ഈ പറയുന്ന BNSലെ അവസാനത്തെ ഒരു ചോദ്യം, ചതി, വഞ്ചന എന്നിവയ്ക്കെതിരെ ചുമത്തുന്ന പുതിയ വകുപ്പ് ഏതാണ്? 318 കേട്ടോ. എടാ മറക്കണ്ട, 318. എന്താ ഈ സെക്ഷൻ പറയുന്നത്? ചതിയും വഞ്ചനയും. ഞാൻ പറയുകയാണ്, എൻ്റെ വാഹനം നിനക്ക് നൽകാം, എൻ്റെ വാഹനം നിനക്ക് നൽകാം 1 ലക്ഷം രൂപയ്ക്ക്. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട്, 1 ലക്ഷം രൂപ എന്ന് തരും? എടാ എൻ്റെ വാഹനം A എന്ന് പറഞ്ഞ എങ്ങനെ വേണ്ട, ഞാനൊന്നും വേണ്ട, A എന്ന് പറഞ്ഞ ആൾ പറയാണ് ബിക്ക് ഒരു കാറുണ്ട്, നിന്റെ വാഹനം ഞാൻ 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചോളാം എന്ന് പറയുന്നു. അപ്പോൾ B പറയുകയാണ്, എൻ്റെ വാഹനം അടിപൊളിയാണ്, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വാഹനം ഇരുന്നോ കിടന്നോ ഒക്കെ ഓട്ടിക്കാം, ഒരു പ്രശ്നവുമില്ല, നീ വാങ്ങിക്കോളാൻ പറഞ്ഞു. ശരി, എന്ത് ചെയ്തു? 1 ലക്ഷം രൂപ എടുത്ത് കാറ് മേടിച്ചു. 2 ദിവസത്തിനുള്ളിൽ ടയർ ആ വഴി, സ്റ്റിയറിങ് ഈ വഴി, ക്ലച്ചിൽ തൊട്ടപ്പോൾ അവിടെ പൊട്ടിത്തെറിക്കുക. ഒന്ന് ആലോചിക്കുക, ചീറ്റിംഗ് അല്ലേ, വഞ്ചനയല്ലേ ചെയ്തത്? അങ്ങനെയെങ്കിൽ അവനെതിരെ കേസെടുക്കാം 318 പ്രകാരം. സിമ്പിളല്ലേ? എടാ അങ്ങനെയെങ്കിൽ ഞാൻ BNSSലേക്ക് ഒന്ന് വരുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുക. ഒന്ന് ശ്രദ്ധിക്കാവോ? എടാ ഞാനിവിടെ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ. ഇതാണ് സത്യം പറഞ്ഞാൽ ഇത് ആദ്യം പറയേണ്ട ഒന്നാണ്. ഇത് ആദ്യം പറയാതിന് മറ്റു കാരണങ്ങൾ കൂടിയുണ്ട്. ഇവിടെ കുറേ ഒഫൻസുകളെ കുറിച്ച് നിങ്ങൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. ഈ ഒഫൻസുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ക്രിമിനൽ നിയമങ്ങളെല്ലാം പഠിച്ചതുപോലെ. അപ്പോൾ ഓർത്തിരിക്കാമോടാ? എടാ ക്രിമിനൽ നിയമങ്ങളൊക്കെ പഠിച്ചതുപോലെ ഇതൊന്ന് ഓർത്തിരുന്നേ. ഒന്നാമത്തെ കാര്യം, ഒരു ഒഫൻസ് അതായത് ഒരു കുറ്റകൃത്യം നടക്കണമെങ്കിൽ, പഠിച്ചോണേ, ഒരു ഒഫൻസ് അഥവാ കുറ്റകൃത്യം നടക്കണമെങ്കിൽ ഒരു 4 സ്റ്റേജുകളുണ്ട്. എല്ലാ LLBക്കാരൊക്കെ ഇത് പഠിക്കുന്നതാണ്. എടാ ശ്രദ്ധിച്ചോണേ, അതായത് ഒരു ഒഫൻസ്, തല്ലുക, കൊല്ലുക, എന്തുമായിക്കോട്ടെ, ആ ഒഫൻസ് നടക്കണമെങ്കിൽ 4 സ്റ്റേജസ് ഉണ്ട്. ക്രൈംസിൻ്റെ സ്റ്റേജസ് ആണ്. ഏതൊക്കെയാണെന്നറിയാമോ? ഇൻറ്റൻഷൻ, അതായത് തെറ്റായ ഒരു ചിന്ത. പിന്നുള്ളതോ പ്രിപ്പറേഷൻ, അതായത് പ്രിപ്പറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താടാ? ഞാൻ അതിനു വേണ്ടി എന്തെങ്കിലും വാങ്ങുകയോ കയ്യിൽ സൂക്ഷിക്കുകയോ കരുതുകയോ ചെയ്യുന്നു. 3 അറ്റംപ്റ്റ്, അതിനു വേണ്ടി ഞാൻ ശ്രമം നടത്തേണ്ടേടാ. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞു തരാം. പിന്നെ ഉള്ളത് ആക്ട് അഥവാ പ്രവൃത്തിയല്ലല്ലോ, പ്രവൃത്തി. അങ്ങനെയെങ്കിൽ ഒന്ന് നോക്കിക്കേ. എടാ എനിക്കൊരാളെ കൊല്ലണം, ഇൻറ്റൻഷൻ. എങ്ങനെ കൊല്ലണം? കത്തി ഉപയോഗിച്ചോ, കയറുപയോഗിച്ചോ, മറ്റേതെങ്കിലും മാർഗം കൊല്ലണം. സൈനൈഡ്, നമ്മളെ ജോളി ചേച്ചിയുടെ കേസ് എടുത്താൽ സൈനൈഡിൽ ഞാൻ നോക്കിക്കേ, എൻ്റെ വീട്ടിലുള്ളവർക്ക്, വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? സൈനൈഡ് വാങ്ങി ബിരിയാണിയിൽ കലർത്തി കൊടുക്കുന്നു. എടാ ഇൻറ്റൻഷൻ കൊല്ലണമെന്ന ചിന്ത, അതിലൂടെ എനിക്ക് ഉണ്ടാകേണ്ട പ്രിപ്പറേഷൻ, ഞാൻ സൈനൈഡ് വാങ്ങി, അറ്റംപ്റ്റ് ബിരിയാണിയിൽ കലർത്തി, അവർ കഴിക്കാനായി പോയി, ആക്ട് അവർ കഴിച്ചു, അവർക്ക് അപകടമുണ്ടായി. മരണമോ മരണമല്ലാതെയോ എന്തു ആയിക്കോട്ടെ, ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താ? ഒരു ഒഫൻസാണ്. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതാണ് ഒഫൻസിൻ്റെ സ്റ്റേജുകൾ. ഓരോ സ്റ്റേജും കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ കിട്ടാവുന്ന ഒഫൻസുകളാണ്. ഒന്നുകൂടെ പറയാം, ഓരോ സ്റ്റേജും കൃത്യമായി മനസ്സിലാക്കിക്കോണേ. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സ്റ്റേജും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേജാണ് ഇൻറ്റൻഷൻ. ഞാൻ പറയുകയാണ്, ഇൻറ്റൻഷൻ മാത്രം ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യും നമ്മളെ. നമുക്ക് ഒരു കുറ്റം ചുമത്താൻ പറ്റുമോ? പറ്റും. ഞാനാണെങ്കിൽ എൻ്റെ കൂട്ടുകാരനായ അനന്തുവിന് മെസ്സേജ് അയച്ച് പറയുകയാണ്, അനന്തു എനിക്ക് പാർലമെൻറ്റ് പൊട്ടിത്തെറിപ്പിക്കണം, ഒരു ബോംബ് കൊണ്ട് ഞാൻ വെക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ അനന്തുവിനൊരു മെസ്സേജ് അയച്ച സമയത്ത് അത് അവൻ്റെ കയ്യിൽ നിന്ന് മാറിപ്പോയോ, ആരോ കണ്ടോ ഒക്കെ പോലീസിന് അതിൽ തെക്കി. അപ്പോൾ നോക്കി, ഇൻറ്റൻഷൻ, ഞാൻ സെഡീഷൻ എന്ന കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത് അല്ലേ, അതായത് രാജ്യദ്രോഹ കുറ്റം ചെയ്തിരിക്കുന്ന ചിന്ത പോലും തെറ്റാണ് ഇവിടെ. പ്രിപ്പറേഷൻ, എടാ ഞാൻ അതിനു വേണ്ടി ബോംബും കൂടെ കയ്യിൽ കരുതി, അടുത്ത ഒഫൻസ്, മനസ്സിലായോ? ബോംബും കൂടി കരുതി അവൾ പൊട്ടിത്തെറിപ്പിക്കാൻ പാർലമെന്റ് മന്ദിരം. പണ്ടൊരു കേസ് ഉണ്ടായിരുന്നല്ലോ, അത് വെച്ചിട്ട് ഞാൻ പറയുന്നത്. അടുത്ത അറ്റംപ്റ്റ്, ഞാൻ കൊണ്ടുവച്ചു പക്ഷെ പൊട്ടിയില്ല, കൊണ്ടുവച്ച് അപ്പോഴത്തേക്ക് എന്നെ പൊക്കി.
അതും കുറ്റകൃത്യമാണ്. ഇതുവരെയും ഇതും കുറ്റം, ഇത് ചെയ്താലും കുറ്റം, ഇത് ചെയ്താൽ വലിയ കുറ്റം, ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്നെ തൂക്കിക്കൊല്ലും, ഇവിടം വരെ തൂക്കിക്കൊല്ലാനുള്ള എല്ലാ പരിപാടിയും ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്താൽ, ഇത് രണ്ടുവരെ കംപ്ലീറ്റ് ചെയ്താൽ ഡെത്ത് സെൻറ്റൻസ് ഉറപ്പാ. എടാ ഇപ്പോൾ പഠിക്കേണ്ട കാര്യം, ഒരു ക്രൈമിൽ, ഒരു കുറ്റകൃത്യത്തിൽ 4 സ്റ്റേജുകളുണ്ട്. ആ സ്റ്റേജുകളാണ് ഇൻറ്റൻഷൻ. ഒന്ന് പറഞ്ഞേടാ, ഇൻറ്റൻഷൻ, പ്രിപ്പറേഷൻ, അറ്റംപ്റ്റ്, ആക്ട്. ഇങ്ങനെ 4 എണ്ണം പഠിച്ചോ. പല ഒഫൻസുകളും ഇവിടെ നമുക്ക് വേണമെങ്കിൽ റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിംഗ്, അതായത് അപകടകരമാകുന്ന രീതിയിൽ വാഹനം ഓടിക്കുന്നത്. ശ്രദ്ധിച്ചോണേ, അപകടകരമാകുന്ന രീതിയിൽ വാഹനം ഓടിച്ചു. എനിക്കപ്പോൾ എന്തില്ല, ഒരാളെ ഞാൻ എ എന്ന് പറയുന്ന ഒരാളെ, ബി എന്ന് പറഞ്ഞ ഒരാൾ, എ എന്ന് പറഞ്ഞ ആൾ വാഹനം ഓടിച്ചു, ബിയെ കൊണ്ടിടിച്ചു, സ്പീഡിൽ കൊണ്ടിടിച്ചതാ. എയും ബിയും തമ്മിൽ അറിയുക പോലുമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇന്റൻഷൻ ഉണ്ടോടാ? ആ ബി മരിച്ചുപോയി. നോക്കിക്കോണേ, എ ബിയെ കൊണ്ടിടിച്ചു, ബി മരിച്ചുപോയി. ബിയെ കൊല്ലണമെന്നൊരു ചിന്ത എക്കുണ്ടോ? ഇല്ല. ഇന്റൻഷൻ ഉണ്ടോ? ഇല്ല. അതുകൊണ്ടൊരു കുറ്റകൃത്യമല്ലെന്നല്ല, വാഹനം വേഗത്തിൽ ഓടിച്ച് കൊണ്ടിടിച്ചാലുള്ള ശിക്ഷ എന്താണോ അത് മാത്രമേ കിട്ടുള്ളൂ. ഒരു പിഴ കൊടുത്തിട്ട് ഇറങ്ങാമെന്ന ശിക്ഷ നിയമത്തിൽ ഇപ്പോൾ ഉള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, അപ്പോൾ ഇവിടെ ഇന്റൻഷൻ ഇല്ല. അതേസമയം എക്ക് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കൊണ്ടിടിക്കുന്നതെങ്കിലോ ഇതെല്ലാം വരും ഇല്ലേ? അപ്പം അത് മർഡറായി മാറും. മനസ്സിലാവുന്നോടാ? 101 പ്രകാരമുള്ള മർഡറായി മാറും, 103 പ്രകാരമുള്ള ശിക്ഷയും ലഭിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, BNSS ഒന്ന് പോകാം. എടാ BNSS പ്രകാരം അതിൻ്റെ അടിസ്ഥാന വിവരങ്ങളിലേക്ക് പോയാലോ? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, തുടക്കത്തിൽ ഞാൻ പറഞ്ഞതാണ്. ആകെ എത്ര അധ്യായങ്ങളുണ്ടെന്ന് പറഞ്ഞേടാ? 39 അധ്യായങ്ങളായി 531 സെക്ഷൻസ് ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ പല ബെയർ ആക്ടിൽ പലതരത്തിലാണ് കൊടുത്തിരിക്കുന്നത്. 2-3 സെക്ഷൻ നമ്മൾ പേപ്പേഴ്സൊക്കെ ഒന്ന് വായിച്ച് നോക്കിയപ്പോൾ കിട്ടിയതാണ്. 39 അധ്യായങ്ങളായി 531 സെക്ഷൻസ് ആണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അഥവാ BNSS-ലുള്ളത്. ഇവിടെ നോക്കുക, പഴയ CRPC-യിൽ 37 അധ്യായങ്ങൾ 484 സെക്ഷൻസുമായിരുന്നു ഉണ്ടായിരുന്നത്. എടാ 1970-കളിൽ 73-ലൊക്കെ ഇറക്കിയിട്ടുള്ള ചില നിയമങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് BNSS ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ BNSS 2023-ലേക്ക് എത്തിയപ്പോൾ വലിയ മാറ്റങ്ങളോട് കൂടിയിട്ടാണ് നമ്മൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൂടി ഓർത്ത് വെക്കുക. പുതിയ BNSS നിയമപ്രകാരം ശൂന്യ FIR, ഞാൻ ഈ ചോദ്യം പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. ശൂന്യ FIR, അതായത് 0 FIR രജിസ്റ്റർ ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? എന്താണ് ഈ ശൂന്യ FIR എന്ന് ഉദ്ദേശിക്കുന്നത്? എടാ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എനിക്ക് FIR ഫയൽ ചെയ്യാം. പണ്ട് അങ്ങനല്ല. എടാ കൊല്ലം ജില്ലയിലെ ഇരവിപുരത്ത് എന്നൊരു സ്ഥലത്താണ് ജീവിക്കുന്നത് വിചാരിച്ചോ. കൊല്ലം ജില്ലയിലെ ഇരവിപുരം പോലീസ് സ്റ്റേഷന് ഉള്ളിലാണ് ഒരു ക്രൈം നടന്നതെങ്കിൽ അവിടെ മാത്രമേ FIR രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ പറയാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കൊല്ലത്ത് ജീവിക്കുന്ന ഒരാളാണ്. എറണാകുളത്തേക്ക് ഒരു കാര്യത്തിന് വേണ്ടി പോയി. എറണാകുളത്ത് ചെന്നപ്പോൾ കുറച്ച് പേർ ചേർന്ന് എന്നെ അടിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ അവിടെ നിന്ന് പേടിച്ച് നേരെ വീട്ടിലേക്ക് വന്നു. കൊല്ലത്തേക്ക് തിരിച്ചെത്തി. എറണാകുളത്ത് വെച്ചാണല്ലോ ക്രൈം നടന്നത്. എവിടെ വെച്ചാ കുറ്റകൃത്യം ചെയ്തത്? എറണാകുളത്ത് വെച്ചാ. പക്ഷെ പേടിച്ച് ഞാൻ കൊല്ലത്തേക്ക് വന്നു. എനിക്ക് കൊല്ലം ജില്ലയിൽ എൻ്റെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അവർക്കെതിരെ പരാതി കൊടുക്കാം. പരാതി കൊടുക്കുമ്പോൾ അവരാദ്യം ചെയ്യുന്നത് 0 FIR രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് അന്വേഷണ ഭാഗമായി ഇത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അങ്ങനെ 0 FIR പറ്റുമെന്ന് പറയുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 173. ഓർത്തു വെച്ചോ, 173. ഓക്കെ ആണോടാ? അങ്ങനെയെങ്കിൽ നോക്കിക്കേ, കുറ്റം നടന്ന പരിധി ഏതുമാകട്ടെ ഏത് പോലീസ് സ്റ്റേഷനിലും FIR രജിസ്റ്റർ ചെയ്യാൻ ഈ വകുപ്പ് അനുവദിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ ആണെങ്കിൽ അടുത്തയിലേക്ക് ഒന്ന് പോയാലോ? അറസ്റ്റും പ്രതികളുടെ അവകാശങ്ങളും, അറസ്റ്റ് ആൻഡ് റൈറ്റ്സ് നോക്കാം. അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തികൾക്ക് എന്തൊക്കെ റൈറ്റ് ഉണ്ടെന്ന് ആർട്ടിക്കിൾ 22, ഇവിടെ അല്ല, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 22 വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഭരണഘടന പഠിക്കുന്നവരല്ലേ നിങ്ങൾ? പഠിച്ചിട്ടുള്ളവരല്ലേ നിങ്ങൾ? അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ നിങ്ങൾ? അവിടെ ആർട്ടിക്കിൾ 22 ഒന്ന് വായിച്ചു നോക്കൂ. അറസ്റ്റഡ് പേഴ്സന്റെ റൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന BNS സെക്ഷൻ ഏതാണ്? ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. മുൻകാലത്ത് ചോദിച്ചിട്ടുള്ളതും അതേ പറയാം CRPC ഉണ്ടായിരുന്ന സമയത്തുള്ള ചോദ്യമാണ്. ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. സെക്ഷൻ 58 പ്രകാരമാണ് 24 മണിക്കൂറിനുള്ളിൽ ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. ഇവിടെ വ്യക്തമാക്കാനൊന്നുമില്ല, പഠിച്ചേ പറ്റൂ. അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് തൻ്റെ അവകാശങ്ങളെക്കുറിച്ചും ജാമ്യത്തിന് അർഹതയെക്കുറിച്ചും വിവരം നൽകണമെന്ന് നിർബന്ധമാക്കുന്ന വകുപ്പാണ് സെക്ഷൻ 47. മറക്കണ്ട. എടാ എനിക്കൊരു ലീഗൽ എയ്ഡ്, എനിക്ക് ചില അവകാശങ്ങളുണ്ട്. എന്നെ അറസ്റ്റ് ചെയ്തു, ഞാൻ എന്ത് കുറ്റകൃത്യം ചെയ്തോട്ടെ,
പക്ഷെ എന്നെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ എനിക്ക് ചില അവകാശങ്ങളുണ്ട്. ആ വ്യക്തിക്ക് തൻ്റെ അവകാശങ്ങളെക്കുറിച്ചും ജാമ്യത്തിനുള്ള നിനക്ക് ജാമ്യം കിട്ടാവുന്ന ഒഫൻസാണ് നീ ചെയ്തതെന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായും സെക്ഷൻ 47 പ്രകാരം അറിയിച്ചിരിക്കണം. എന്നോട് പറഞ്ഞിരിക്കണം നിനക്ക് ജാമ്യം കിട്ടാൻ അർഹതയുണ്ട്, നിനക്ക് ചില അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നത് സെക്ഷൻ 47 കൂടി ഓർത്തു വെക്കുക. എന്താണ് ഒരു കൊഗ്നൈസബിൾ കുറ്റകൃത്യം? ഈ ചോദ്യം മുമ്പും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഉത്തരം മാത്രം നോക്കാം. വാറണ്ട് ഇല്ലാതെ, വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ആരാ? അപ്പൊ പറഞ്ഞേ, ശ്രദ്ധിച്ചേ, കോടതിക്ക് മാത്രമേ വാറണ്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. എന്താ വാറണ്ട്? 2 തരം വാറണ്ട് ഉണ്ട്, അറസ്റ്റ് വാറണ്ടും സെർച്ച് വാറണ്ടും. പഠിച്ചോടാ. അറസ്റ്റ് വാറണ്ടും ഉണ്ട്, സെർച്ച് വാറണ്ടും ഉണ്ട്. ഒരാളെ വലിയൊരു ഒഫൻസ്, അതായത് നല്ല വലിപ്പമുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ കൊഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ കുറ്റകൃത്യങ്ങളല്ല, വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ എന്ത് ചെയ്യാൻ പറ്റും? വാറണ്ട് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാം. പക്ഷെ ചില ഒഫൻസ് ഉണ്ട് വാറണ്ട് കൊടുത്ത് മാത്രം അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പോലീസ് പറയുകയാണ് അല്ലെങ്കിൽ കോടതി പറയുകയാണ് ഇന്നവൻ ചെക്ക് കേസിൽ, ശ്രദ്ധിച്ചോണേ, ഒരു ചെക്ക് കേസിലെ പ്രതിയാണ്, ചെക്ക് കേസിലെ പ്രതി താരതമ്യേന കുറഞ്ഞ കേസാണ്. അങ്ങനെയാണെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അപ്പോഴേ അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ചെക്ക് കേസിൽ നേരെ പോലീസിനെ അങ്ങ് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതാണ് വാറണ്ട്. കോടതി പുറപ്പെടുവിക്കുന്ന അറസ്റ്റ് ചെയ്യൂ എന്ന് പറയപ്പെടുന്ന ഉത്തരവാണ് വാറണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊന്നുമല്ല, വാറണ്ട് ഇല്ലാതെ പോലീസിനെ എപ്പോൾ അറസ്റ്റ് ചെയ്യാം. അപ്പോൾ വലിയ വലിയ കുറ്റകൃത്യങ്ങളാണ്. ഒരാളെ കൊന്ന്, ഒരാളെ തല്ലിക്കൊന്നു, അല്ലെങ്കിൽ അടിക്കുന്നു, കൊല്ലാനായിട്ട് നിൽക്കുന്നു, ഇങ്ങനെ വലിയ വലിയ ഒഫൻസുകൾ ചെയ്യുമ്പോൾ കോടതിയുടെ ഉത്തരവ് നോക്കിയിരുന്നു കഴിഞ്ഞാൽ അവൻ കൊന്നിട്ട് അവൻ പാട് നോക്കി പോകും. അതുകൊണ്ട് അങ്ങനെയല്ല, പോലീസിന് കോടതിയുടെ ഉത്തരവില്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് കൊഗ്നൈസബിൾ കുറ്റകൃത്യങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്. നോക്കിയേ, വാറണ്ട് ഇല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥനെ പ്രതിയെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റം. മറക്കണ്ട, കൊഗ്നൈസബിൾ എന്ന വാക്ക് ഓർത്തു വെച്ചിരിക്കുക. കൊഗ്നൈസബിൾ എന്ന് കണ്ടാൽ വലുത്, വലിയത്, അല്ലെങ്കിൽ ഹീനമായത് ഇവ ഓർത്തു വെക്കുക. ശരിയാണോ? അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ യാത്രാസമയം ഒഴിവാക്കി എത്ര മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം? നേരത്തെ പറഞ്ഞില്ലേ, 24 മണിക്കൂറിനുള്ളിൽ ഹാജരാക്കണം. ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം വേഗത്തിൽ നിങ്ങൾക്ക് കിട്ടി. വാറണ്ട് ഇല്ലാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഓഫീസർക്ക് അധികാരം നൽകുന്ന BNSSലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 35 വാറണ്ട് ഇല്ലാതെ തന്നെ ഒരാളെ, ഞാൻ എക്സാമ്പിൾ പറയാം. റേപ്പ് ചെയ്ത ഒരാളെ, മർഡർ ചെയ്ത ഒരാളെ, അറ്റംപ്റ്റ് ടു മർഡർ ചെയ്ത ഒരാളെ, കണ്ണ്, പല്ല്, എല്ല് ഇവ തകർക്കപ്പെട്ടു, എല്ലൊടിഞ്ഞു, കൈ തൂങ്ങി, ഒരാൾ വന്ന് അടിച്ചതാ, ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു, ഇതെല്ലാം ഗ്രീവിയസ് ഒഫൻസുകളാണ്. പഠിച്ചോണെ, ഗ്രീവിയസ് ഒഫൻസ്, ഹീനമായ കുറ്റകൃത്യങ്ങളാണ്. അത്തരം ഹാനികരമായ കുറ്റകൃത്യങ്ങൾക്ക് സെക്ഷൻ 35 പ്രകാരം വാറണ്ടിൻ്റെ ആവശ്യമില്ല, പോലീസിന് വന്ന് അപ്പം തന്നെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ എവിടെ ഹാജരാക്കണം? കോടതിക്ക് മുമ്പിൽ ഹാജരാക്കണം, അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. നിയമപരമായി ഒരു അന്വേഷണം, ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഔദ്യോഗികമായ അധികാരമുള്ളത് ആർക്കാണ്? മുൻ വർഷത്തെ ചോദ്യമാണ്, നിർബന്ധമായും പഠിച്ചേ പറ്റുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ, അന്വേഷണം നടത്താൻ ആർക്ക് അധികാരമുള്ളത്? ആൻസർ നോക്കിക്കേ, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ കോടതി ചുമതലപ്പെടുത്തുന്ന മറ്റേതെങ്കിലും വ്യക്തിക്ക് അന്വേഷണം നടത്താനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ 2 പേരാ, പോലീസ് അല്ലെങ്കിൽ കോടതി ചുമതലപ്പെടുത്തുന്ന മറ്റൊരു വ്യക്തിക്ക്. ഓർത്തു വെച്ചോ, പഠിച്ചു വെച്ചോ. BNS സെക്ഷൻ 40 പ്രകാരം ഒരു സ്വകാര്യ വ്യക്തിക്ക്, പ്രൈവറ്റ് സിറ്റിസൺ, മറ്റൊരു വ്യക്തിയെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുക? നല്ലൊരു ചോദ്യമാണ്, ശ്രദ്ധിച്ചോണേ. എനിക്കൊരാളെ തടഞ്ഞു വെക്കാൻ അധികാരമുണ്ടോ? പറഞ്ഞ ആൻസർ പറ. കൺഫൈൻമെൻറ്റോ ഡീറ്റെയിൻമെൻറ്റോ, പൂർണ്ണമായും തടഞ്ഞു വെക്കുവാനോ ഭാഗികമായി തടഞ്ഞു വെക്കുവാനോ എനിക്ക് അധികാരമുണ്ടോ? ഇല്ല. പക്ഷേ ചില സാഹചര്യങ്ങൾ ഒരാളെ കുത്താനായി പോകുന്നു, അയാളെ തടഞ്ഞ് അയാളെ കെട്ടിയിടാം. 2, ഒരാളെ കുത്തിക്കഴിഞ്ഞ് അവർ രക്ഷപ്പെടാൻ പോകുന്നു, അവനെ തടഞ്ഞ് അവനെ കെട്ടിയിടാം, ഇല്ലെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യാം. അങ്ങനെ അധികാരം നൽകുകയാണിതേ ഇവിടെ. ഓർത്തു വെക്കുക, ജാമ്യമില്ലാത്തതും കൊഗ്നൈസബിൾ ആയതുമായ ഒരു കുറ്റകൃത്യം തൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് ചെയ്യുമ്പോൾ മറക്കണ്ട, സെക്ഷൻ 40 പ്രകാരം പറയുന്നത് എന്താ? ജാമ്യമില്ലാത്തതും കൊഗ്നൈസബിളുമായ, അതായത് കോടതിയുടെ അനുമതി ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറ്റകൃത്യങ്ങൾ, മർഡർ, റേപ്പ്, ഇങ്ങനെയുള്ള വലിയ കുറ്റകൃത്യങ്ങളില്ലേ, അത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? ഒരു പ്രൈവറ്റ് വ്യക്തിക്ക്, പോലീസല്ല, സാധാരണ ഒരു വ്യക്തി, ഒരു ഓട്ടോ ഡ്രൈവർ നോക്കുമ്പോൾ ഒരുത്തനെ കുത്തിയിട്ട് മാറി നിന്ന് ഓടാൻ പോകുന്നു, അവനെ കല്ലെടുത്തെറിഞ്ഞ് അവനെ പിടിച്ച് കെട്ടിയിടാം. പറ്റും, സെക്ഷൻ 40 പ്രകാരം പറ്റും. ഓർത്തോ, കിട്ടിയോടാ, ഇപ്പോൾ എനിക്ക് കിട്ടിയോ? സെക്ഷൻ കിട്ടിയോ? അങ്ങനെയെങ്കിൽ അടുത്തൊന്ന് പറഞ്ഞേ, ആ BNSS പ്രകാരം വാറണ്ട് ഇല്ലാതെ പോലീസ് തിരച്ചിൽ, സെർച്ച് നടത്തുമ്പോൾ നിർബന്ധമായും പാലിക്കേണ്ട മാനദണ്ഡം എന്താണ്? വേറൊന്നുമില്ല.
സെർച്ച് വാറണ്ട് 2 തരമുണ്ട്. കോടതിയായിട്ട് നൽകുകയാണ്, എന്നാൽ നീ പോയി ഒന്ന് അന്വേഷിക്കുക ആ വീട്ടിൽ, പറ്റും. അല്ലെങ്കിൽ നീ എൻ്റെ അനുമതി, കോടതിയുടെ അനുമതിയോട് കൂടി മാത്രമേ വീട്ടിൽ പ്രവേശിക്കാൻ പറ്റൂ. എടാ മറ്റേ ദൃശ്യം സിനിമയിനകത്ത് കണ്ടിട്ടില്ലേ? ദൃശ്യം സിനിമയിൽ ജോർജ് കുട്ടിയുടെ വീട്ടിലേക്ക് കയറാനായിട്ട് കോടതിയുടെ ഉത്തരവുണ്ടെങ്കിൽ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞില്ലേ? അത് നമുക്ക് എന്ത് വിളിക്കാം? കോടതിയുടെ അനുമതിയോട് കൂടിയിട്ടുള്ള വാറണ്ടാണ്, സെർച്ച് വാറണ്ടാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ചില കുറ്റകൃത്യങ്ങൾ നടത്തുമ്പോൾ കോടതിയുടെ അനുമതി വേണ്ട, കോടതിയുടെ അനുമതി ഇല്ലാതെ തന്നെ വാറണ്ട് സെർച്ച് നടത്താൻ സാധിക്കും. പക്ഷേ ചില കാര്യങ്ങൾ പാലിക്കണം, നിർബന്ധമായും ചില നിബന്ധനകളുണ്ട്, അത് പാലിക്കണം. എന്തൊക്കെയാത്? തിരച്ചിൽ നടപടികൾ മുഴുവനായും വീഡിയോ റെക്കോർഡ് ചെയ്യുക, വീഡിയോ ഓഡിയോ റെക്കോർഡ് ചെയ്യണം. വീട്ടിൽ പ്രവേശിക്കും, വീട്ടിലാണെങ്കിൽ വീട്ടിൽ, മറ്റേതെങ്കിലും പ്രദേശമാണെങ്കിൽ പ്രദേശം, അല്ലെങ്കിൽ ഏതെങ്കിലും ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിംഗ്, അവിടേക്ക് പ്രവേശിക്കുന്നത് മുതൽ അവസാനിക്കുന്നവരെയും അവൻ അത് വീഡിയോ ഓഡിയോ റെക്കോർഡ് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ട്. 7ാമത്തെ ചോദ്യം, പഴയ CRPC 1973 പകരമായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഇന്ത്യയിൽ പൂർണ്ണമായും പ്രാബല്യത്തിൽ വന്നത്. നേരത്തെ നമ്മൾ നോക്കിയതാണ് കേട്ടോ, ഇവിടെ മാറിപ്പോയി. 2024 ജൂലൈ 1 നേരത്തെ നമ്മൾ നോക്കി പഠിച്ചതാണ്, അത് വലിയ കാര്യമില്ല. അടുത്തേക്ക് ഒന്ന് വന്നേ. ക്രമസമാധാന പാലനത്തിനായി മജിസ്ട്രേറ്റിന്റെ പ്രത്യേക ഉത്തരവില്ലാതെ പോലീസിന് ഒരു വ്യക്തിയെ പരമാവധി എത്ര സമയം കരുതൽ തടങ്കലില് വെക്കാൻ സാധിക്കും? നല്ലൊരു ചോദ്യം, പഠിച്ചേ. ക്രമസമാധാന പാലനത്തിനായി എന്നുള്ളതാണ് ചോദ്യം. മജിസ്ട്രേറ്റിന് പ്രത്യേക ഉത്തരവില്ലാതെ ഒരു പോലീസിന് ഒരു വ്യക്തിയെ പരമാവധി എത്ര സമയം കരുതൽ തടങ്കലിൽ വെക്കാം? 24 മണിക്കൂർ മിനിമമാണ് പറയുന്നത്. ഒരാളെ അറസ്റ്റ് ചെയ്തു, നമ്മൾ പിടിച്ചു വെച്ചു, അയാളെ 24 മണിക്കൂറിനുള്ളിൽ ഒന്നെങ്കിൽ എന്ത് ചെയ്യണം? പോലീസിൽ കൈമാറണം. ഇല്ലെങ്കിൽ പോലീസിന് നിർദ്ദേശം കൊടുത്ത് അവർ വന്ന് കൊണ്ടുപോയിക്കോളും. 24 മണിക്കൂറേ പറ്റുള്ളേ. ഇനി 9ാമത്തെ ചോദ്യം, ഏറ്റവും കുറഞ്ഞത് എത്ര വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് ഫോറൻസിക് പരിശോധന നിർബന്ധമാക്കിയിട്ടുള്ളത്? ഒരു നല്ലൊരു ചോദ്യമാടാ. ഈ ചോദ്യം നോക്കിക്കേ. ഫോറൻസിക് പരിശോധന എപ്പോഴാവശ്യമുള്ളത്? ഒരാൾ മരണപ്പെട്ട് കിടക്കുക, ആരാ പ്രതിയെന്ന് അറിയില്ല, അവിടെ അത്യാവശ്യമായി എന്ത് വേണം? അവിടെ ഒരു ഫോറൻസിക് വിദഗ്ധർ വന്ന് വിരലടയാളം നോക്കും. വിരലിൻ്റെ അടയാളങ്ങൾ അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു അവയെല്ലാം ക്യാപ്ചർ ചെയ്ത് അവിടെ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ആക്കി അതിനെ മാറ്റും. അങ്ങനെയെങ്കിലും നോക്കിക്കേ, 3 വർഷം, 5 വർഷം, അല്ലടാ 7 വർഷമോ അതിൽ കൂടുതലോ. ശ്രദ്ധിച്ചേ, 7 വർഷമോ അതിൽ കൂടുതലോ എന്താ പറയുന്നത്? കുറഞ്ഞത് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾക്കാണ് ഫോറൻസിക് പരിശോധന നിർബന്ധമാക്കിയത്. മനസ്സിലായോ? ഒരാൾ അടിച്ചു, ഫോറൻസിക്കാരൊന്ന് ചെവി നോക്കുവോ? ഫിംഗർ പ്രിന്റ് ഉണ്ടോന്ന്? നോക്കത്തില്ല. അതൊരു സിമ്പിൾ ഹർട്ടാണ്, ഒരു പെനാൽറ്റി കൊടുത്ത് പോകാം, അത്രയേ ഉള്ളൂ. ഇനി ശ്രദ്ധിച്ചോ, ഒരു വ്യക്തി ഇലക്ട്രോണിക് FIR ഫയൽ ചെയ്താൽ അതിൽ ഒപ്പുവെക്കുന്നതിനായി എത്ര ദിവസത്തിനുള്ളിൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകണം? വ്യക്തമാക്കാം, ഒന്ന് ശ്രദ്ധിച്ചേടാ. ഞാൻ പറയാൻ പോകുന്നതേ, എന്നെ ഒരാൾ ചതിച്ചു, പറ്റിച്ചു, വഞ്ചന, ആ കുറ്റത്തിന് ഞാൻ എന്ത് ചെയ്തു? വേദനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യുക? ഒരു മെയിൽ വഴി ഞാൻ പോലീസ് കമ്മീഷണറിനോ പോലീസ് സ്റ്റേഷനോ പരാതി കൊടുക്കുന്നു. അതെന്തായി മാറും? ഇലക്ട്രോണിക് FIR ആയി മാറും. ഇലക്ട്രോണിക് മാർഗത്തിലൂടെ ഞാൻ എന്ത് ചെയ്തു? FIR രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരാതി അയച്ചു. അപ്പോൾ FIR രജിസ്റ്റർ ചെയ്തു. പക്ഷേ 3 ദിവസത്തിനുള്ളിൽ ഞാനോ വേണ്ടപ്പെട്ടവരോ ആ പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടണം. ആൾ പുറത്താണെങ്കിൽ വേണ്ടപ്പെട്ട ആരെങ്കിലും തന്നെ ഒപ്പിട്ടാൽ മതി. ആളിവിടെ ഉണ്ടെങ്കിലോ അടുത്തുള്ള ഏത് പോലീസ് സ്റ്റേഷനാണോ ആ പോലീസ് സ്റ്റേഷൻ പോയി പരാതിയിൽ മേൽ ഒപ്പിടണം. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, 3 ദിവസം ആൻസർ ആണല്ലോ. ശരി, പഠിച്ചു വെക്കുക, നിർബന്ധമായും പഠിക്കേണ്ടത്. നിയമപ്രകാരം ഒരു വാറണ്ട് കേസ് എന്നാൽ എന്താണ്? നല്ലൊരു ചോദ്യം. ഇതിന് പകരം സമൻ കേസ് എന്താണെന്ന് ചോദിക്കും. കൊഗ്നൈസബിൾ ഒഫൻസ് എന്താണെന്ന് ചോദിച്ചു അല്ലേ? നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് എന്താണെന്ന് ചോദിക്കാം. അതൊക്കെ പഠിച്ചു വെക്കോ. ട്രയലബിൾ, നോൺ ട്രയലബിൾ, ഇതെല്ലാം എൻട്രിയുടെ ക്ലാസ്സിൽ കിടപ്പുകൊണ്ട് ഞാൻ ഈ സെക്ഷൻസ് 1 മുതൽ അവസാനം വരെയുള്ള പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എൻട്രിയുടെ ക്ലാസ്സിലുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കാൻ നോക്കുക കേട്ടോ. നോക്കിക്കേടാ, നിയമപ്രകാരം വാറണ്ട് കേസ് എന്നാൽ എന്താണ്? ഉത്തരം നോക്കിയാലോ. വധശിക്ഷയോ ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ. വേറല്ല, ഇവിടെ വാറണ്ട് കേസ് എന്ന് പറഞ്ഞാൽ ചെറിയ കുറ്റങ്ങളല്ല. 2 വർഷത്തിൽ മുതൽ വധശിക്ഷ വരെ, നമുക്ക് നേരെ തിരിച്ചെടുത്താലോടാ, 2 വർഷം മുതൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ്. 2 വർഷം മുതൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ, അത് നമുക്ക് വാറണ്ട് കേസ്. അതിന് താഴെയുള്ളത് സമൺ കേസ് കേട്ടോ. ഓർത്തു വെച്ചോ. ലൈംഗിക അതിക്രമത്തിന് ഇരയായ വ്യക്തിയുടെ മെഡിക്കൽ പരിശോധന റിപ്പോർട്ട് മെഡിക്കൽ ഓഫീസർ എത്ര ദിവസത്തിനുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ അഥവാ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന് സമർപ്പിക്കണം? നല്ലൊരു ചോദ്യമല്ലേ?
ഈ ചോദ്യത്തിന് ഉത്തരം ഒന്ന് പറഞ്ഞേടാ. എടാ ഇത് ആൻസർ ഒന്ന് നിങ്ങൾ നോക്കാതെ അങ്ങ് തന്നെ പറഞ്ഞേ. എന്തുവാ? ലൈംഗിക അതിക്രമണത്തിനായി റേപ്പ് വിക്റ്റിമായ ഒരാളുടെ പരിശോധന, അതും ഫോറൻസിക് പരിശോധന അല്ലെങ്കിൽ ഫോറൻസിക് അല്ല, മെഡിക്കൽ പരിശോധന റിപ്പോർട്ട് ആ പറഞ്ഞ ഡോക്ടർ എത്ര ദിവസത്തിനുള്ളിലാണ് ഹാജരാക്കേണ്ടത്? ഒരുപാട് സമയം എടുക്കരുത്, മിനിമം ഒരാഴ്ച, 7 ദിവസത്തിനുള്ളിൽ ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന് മുമ്പായി സമർപ്പിക്കണം. കാലതാമസം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലേ? നമുക്കറിയാം സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരിക. അപ്പോൾ അതുപോലെ തന്നെ കോടതിക്കുള്ളിൽ ഒരുപാട് കേസ് ഇങ്ങനെ പെൻഡിങ്ങാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഇവിടെ എന്താ ചെയ്യേണ്ടത്? 7 ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം? ആ പറയുന്ന ഓഫീസർക്ക് മുമ്പാകെ, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് മുമ്പാകെ ഡോക്ടർ ആ പറയുന്ന റിപ്പോർട്ട് സമർപ്പിക്കണം. എടാ അത്രയേ ഉള്ളൂ, ഒന്ന് നോക്കിക്കേടാ. അങ്ങനെയെങ്കിൽ പോലീസ് നടത്തുന്ന അന്വേഷണമല്ലാതെ ഇൻവെസ്റ്റിഗേഷൻ, എടാ പോലീസ് നടത്തുന്നത് എന്തുവാ? ഇൻവെസ്റ്റിഗേഷൻ. ചോദ്യം എന്താ? പോലീസ് നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ മജിസ്ട്രേറ്റ് നേരിട്ട് നടത്തുന്ന എന്താ പറയുക അന്വേഷണത്തെ എന്ത് വിളിക്കും? എടാ പോലീസ് നടത്തുന്നത് ഇൻവെസ്റ്റിഗേഷൻ, എന്നാൽ മജിസ്ട്രേറ്റ് നേരിട്ട് നടത്തുന്ന അന്വേഷണത്തെ എന്ത് വിളിക്കും? നോക്കി, ഇൻക്വയറി. മറ്റേത് ഇൻവെസ്റ്റിഗേഷൻ, ദാറ്റ് ഈസ് എൻക്വയറി. മറക്കണ്ട, ഇൻക്വയറി ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്ന് മനസ്സിലായോ? പോലീസ് നടത്തിയാൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലേ, അത് ആര് നടത്തിയാൽ? മജിസ്ട്രേറ്റ് നടത്തിയാൽ എൻക്വയറി. ഇത്രയും മനസ്സിലാക്കി വെക്കുക. ട്രയൽ വേറെയാ. ട്രയൽ ആർക്കേ ചെയ്യാൻ പറ്റുള്ളൂ? കോടതിക്ക് മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ കോടതിക്കുള്ളിൽ യെസ് യുവർ ഓണർ, നോ യുവർ ഓണർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതൊക്കെ ട്രയലാണ്. ട്രയലിൻ്റെ ഭാഗമായി, ട്രയൽ എന്നല്ല പറയുന്നത്, ട്രയൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വിചാരണ ചെയ്യും. തെക്കേൽ രാമനെ അറിയാവോ? അപ്പോൾ അയാൾ പറയും ഇല്ല. നിങ്ങൾ രണ്ടുപേരും പോയി താണ്ടി ഫോട്ടോ ഉണ്ടല്ലോ. ഇതൊക്കെയാണ് ട്രയലിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ. നിങ്ങൾ ഓർത്തു വെച്ചാൽ ആർബിട്രേഷൻ, അതായത് കോടതി അല്ലാതെ ഡിസ്പ്യൂട്ട്, തർക്കങ്ങൾ പരിഹരിക്കുന്ന ഒരു സ്ഥലമാണ് ആർബിട്രേഷൻ. അത് വേറെയാണ്, നിങ്ങൾ നോക്കണ്ട. മീഡിയേഷൻ, സാധാരണ രണ്ടുപേരും ഡിവോഴ്സിന് പോകുന്നതിന് മുമ്പ് കോടതി എന്ത് ചെയ്യും? ഒരു മീഡിയേറ്ററിൻ്റെ അടുത്തേക്ക് വിടും. ഇവർ രണ്ടുപേരും അവിടെ പോയിട്ട് കരയും, എനിക്ക് വേണ്ട ഇവളെ എന്നൊക്കെ പറയുന്നത് അവിടെ വെച്ചാൽ. അപ്പോൾ മീഡിയേഷൻ എത്ര ഓർത്താൽ മതി കേട്ടോ, എളുപ്പത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞു പോകാം. ഉദാഹരണം, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? പോലീസ് നടത്തുന്നത് ഇൻവെസ്റ്റിഗേഷൻ, കോടതി നടത്തുന്നത് എൻക്വയറി. BNSS സെക്ഷൻ 196 പഴയ 125 പ്രകാരം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. താഴെ പറയുന്നവരിൽ ആർക്കൊക്കെയാണ് ജീവനാംശം അഥവാ മെയിൻ്റനൻസ് അല്ലെങ്കിൽ സംരക്ഷണ ചെലവ് അവകാശപ്പെടാൻ സാധിക്കുക? എടാ ഞാൻ ഈ ലോകത്ത് ജനിച്ച് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്, എനിക്ക് ആവശ്യപ്പെടാം ഭാര്യ, പ്രായപൂർത്തിയാകാത്ത മക്കൾ, ആശ്രയിച്ചു കഴിയുന്ന മാതാപിതാക്കൾ എന്നിവർക്കെല്ലാം തൻ്റെ കുടുംബത്തിൽ നിന്ന്, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു ഭാര്യയും ഭർത്താവും 4 കുട്ടികളും അടങ്ങിയ ഒരു ചെറിയ കുടുംബമാണ് എൻ്റെത്. ഇതെവിടെ കേട്ടിട്ടുണ്ടെങ്കിൽ റിസംബിൾനെസ് ഒക്കെ ഉണ്ടാവും. എടാ ഞാനും എൻ്റെ ഭാര്യയും 2 മക്കളും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ്. അവിടേക്ക് ഒരു അതിഥി വന്നു, അതൊക്കെ വേറെ സിനിമയാണ്, അതൊന്നുമല്ല. നോക്കിക്കേ, ഇത്രയേ ഉള്ളൂ. ഞാൻ ഭാര്യ മക്കളെ ഉപേക്ഷിച്ചു പോയി, പക്ഷേ എനിക്ക് എന്ത് ചെയ്യാം? എനിക്കല്ല, എൻ്റെ ഭാര്യയ്ക്കൊരു അവകാശം ഇവിടെ ഉണ്ട്. സെക്ഷൻ 196 പ്രകാരം, പഴയ CRPCയിലെ 125 പ്രകാരം കോടതിയെ സമീപിച്ച് ആ ഭർത്താവിൽ നിന്നും ജീവനാംശം അല്ലെങ്കിൽ സംരക്ഷണ ചെലവിനായിട്ടുള്ള തുക മാസാമാസം ഈടാക്കാൻ പറ്റും. കുട്ടികൾക്കും പറ്റും, ഭാര്യയ്ക്കും പറ്റും. ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇനി മാതാപിതാക്കളോ? എടാ ഒരു അച്ഛനും അമ്മയ്ക്കും, A എന്ന അച്ഛനും B എന്ന അമ്മയ്ക്കും 3 മക്കൾ, ഇവർ വിദേശികളാണ്, അമ്മയും അച്ഛനെയും തിരിഞ്ഞു നോക്കുന്നില്ല. സെക്ഷൻ 196 പ്രകാരം ഇവർക്കെതിരെ AB എന്ന എന്താ പറയുക, അവരുടെ ദാമ്പത്യത്തിലുണ്ടായ മക്കൾക്കെതിരെ കേസ് കൊടുക്കുകയും അവരിൽ നിന്ന് ജീവനാംശം അഥവാ മെയിൻ്റനൻസ് അഥവാ സംരക്ഷണ ചെലവിന് അവകാശം ലഭിക്കുകയും ചെയ്യും. ഒരു മാസാമാസം ഒരു തുക അവർക്ക് ലഭിക്കും. എടാ ഇത് വ്യക്തമായല്ലോ, ഓക്കെ ആയല്ലോ. അടുത്തിലേക്കൊന്ന് പോയാലോ? ഇവിടുത്തെ അവസാനത്തെ ഒരു ചോദ്യം, ഒരു മജിസ്ട്രേറ്റ് പ്രതിക്ക് ജാമ്യം നിഷേധിച്ചാൽ ജാമ്യത്തിനായി പ്രതിക്ക് ഏത് ഉയർന്ന കോടതികളെയാണ് സമീപിക്കാൻ സാധിക്കുക? എടാ ഒരു മജിസ്ട്രേറ്റ് ആണ്. ആരാടാ? ഒരു മജിസ്ട്രേറ്റ് ജാമ്യം നിഷേധിച്ചു. എൻ്റെ ഓപ്ഷൻ അടുത്ത തൊട്ട് മേളിലേക്കാണ്, താഴേക്കല്ലല്ലോ. മജിസ്ട്രേറ്റ് താഴെ ആരിയിരിക്കുന്നത്? അവിടെ ആരുമില്ല, മേളിലേക്ക് പോകണം. അവിടെ 2, ഒന്നെങ്കിൽ സെഷൻ കോടതി അല്ലെങ്കിൽ ജില്ലാ കോടതി, കഴിഞ്ഞാൽ പിന്നെ ഏതാടാ? ഹൈക്കോടതി. ഓർത്ത് വെക്കോ, സിമ്പിളാ. എടാ ഒരു മജിസ്ട്രേറ്റിൻ്റെ ജാമ്യം തള്ളിയാൽ ഒന്നെങ്കിൽ സെഷൻ കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി. ഈ സെഷൻ കോടതി എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന കോടതിയെ. ശ്രദ്ധിച്ചോ, സെഷൻ കോടതി എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന ക്രിമിനൽ കോടതിയെ വിളിക്കുന്ന പേരാണ് സെഷൻ കോടതി. അതേ ജഡ്ജിന് മുമ്പിൽ ഒരു സിവിൽ കേസ് വന്നാൽ ആ ജഡ്ജിനെ ഡിസ്ട്രിക്ട് ജഡ്ജ് എന്നാണ് വിളിക്കുക. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, നിങ്ങൾ സിവിൽ കാര്യങ്ങൾ ഇപ്പോൾ പഠിക്കേണ്ട. ക്രിമിനൽ കേസിൽ ഏറ്റവും ഉയർന്ന കോടതി ജില്ലയിലാണെങ്കിൽ സെഷൻ കോടതി,
ഒരു ഹൈക്കോടതിക്ക് ഉയർന്നതോ? ഒരു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതി, രാജ്യത്തെ ഏറ്റവും ഉയർന്ന കോടതി സുപ്രീം കോടതി. അപ്പോൾ അവിടേക്കൊക്കെ പോകാം. പക്ഷേ നമുക്ക് ആദ്യമായി പോകാൻ പറ്റുന്നത് മജിസ്ട്രേറ്റ് കോടതി. ജാമ്യം നിഷേധിച്ചു. അങ്ങനെ തൊട്ട് മുകളിലുള്ള സെഷൻ കോടതിയിലേക്ക് പോകാം, അവിടെയും നിഷേധിച്ചു. അതിനു മുമ്പുള്ള ഹൈക്കോടതിയിലേക്ക് പോകാം. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, ഒന്നെങ്കിൽ സെഷൻ കോടതി അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോകാം. ശരി, കുറച്ച് ടിപ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഈ നോട്ടായിട്ട് വരും, ആ നോട്ടിലൊന്ന് നോക്കി വെക്കുക കേട്ടോ. എടാ അങ്ങനെയെങ്കിൽ നമുക്ക് BSA പോയാലോ? ഓൾറെഡി എന്താ BSA എന്ന് പറഞ്ഞു? തെളിവ് നിയമം. ഇന്ത്യയിലെ ശിക്ഷ തെളിവ് നിയമമാണ്. ഒരു ശിക്ഷ ലഭിക്കണമെങ്കിൽ നമ്മൾ തെളിവ് കൊടുക്കണം അല്ലേ? ആ തെളിവ് നിയമമാണ്. എടാ നോക്കിക്കേ, ഈ പറയുന്ന 2023 ഭാരതീയ സാക്ഷി അധിനിയം എപ്പോഴാണ് നിലവിൽ വന്നത്? 2024 ജൂലൈ 1. ഓൾറെഡി നമ്മൾ പഠിച്ചതാ, ജൂലൈ 1. ഭാരതീയ സാക്ഷി അധിനിയം ഡിസംബർ 2025 രാഷ്ട്രപതിയുടെ അംഗീകാരം നേടിയെങ്കിലും ഇത് രാജ്യത്തുടനീളം ഔദ്യോഗികമായി നിലവിൽ വന്നത് 2024 ജൂലൈ 1 മുതലാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറഞ്ഞേ? ഭാരതീയ സാക്ഷി അധിനിയം 2023 ഏത് പഴയ നിയമത്തിന് പകരമായിട്ടാണ് ഇന്ത്യയിൽ വന്നത്? ഏതാണെന്ന് ആൻസർ പറഞ്ഞേ. ഇന്ത്യൻ പീനൽ കോഡാണോ? അല്ല, അതിന് പകരമായി വന്നത് BNS ആണ്, ഭാരതീയ ന്യായ സംഹിത. ക്രിമിനൽ നടപടിക്രമമാണോ? CRPC. അതിന് പകരമായി വന്നത് BNSS ആണ്, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഇന്ത്യൻ എവിഡൻസ് ആക്ട് അല്ലേ? ആൻസർ ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഓർത്തു വെച്ചോ കേട്ടോ. ശരി, 152 വർഷത്തോളം പഴക്കമുള്ള, ശ്രദ്ധിച്ചോണേ, 152 വർഷത്തോളം പഴക്കമുള്ള ഒരു നിയമത്തിലാണ് മാറ്റം വന്നിരിക്കുന്നത് അല്ലേ? ഓർത്തു വെച്ചോ. പുതിയ ഭാരതീയ സാക്ഷി അധിനിയമത്തിൽ ആകെ എത്ര അധ്യായങ്ങളും സെക്ഷനുകളുമുണ്ട്? എടാ ഒന്ന് നോക്കിക്കേടാ, എത്ര എണ്ണം ഉണ്ടടാ? 12 അധ്യായങ്ങളും 170 സെക്ഷനും. ആൻസർ കിട്ടിയോ? 12 അധ്യായങ്ങളും 170 സെക്ഷനുകളും. മറക്കണ്ട. അടുത്ത ചോദ്യം, BSA പ്രകാരം ഡിജിറ്റൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് രേഖകളെ ഏത് തരത്തിലുള്ള തെളിവുകളായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നല്ലൊരു ചോദ്യമല്ലേ? ഒന്നുകൂടെ പറയാം. BSA പ്രകാരം ഡിജിറ്റൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് രേഖകളെ ഏത് തരത്തിലുള്ള തെളിവുകളായ, പലതരത്തിലുള്ള തെളിവില്ലേ? ഡയറക്റ്റ്, ഓറൽ, റിട്ടേൺ, ഇതൊക്കെ പഠിച്ചതല്ലേ? അടുത്ത ഏതാണ്? ഒന്ന് പറഞ്ഞടാ. ദ്വിതീയ തെളിവാണോ? രേഖാമൂലമുള്ള തെളിവാണോ? വാമൊഴി തെളിവാണോ? സാഹചര്യ തെളിവാണോ? ആൻസർ എന്ന് പറഞ്ഞേ. എടാ രേഖാമൂലമുള്ള തെളിവാണോ? ആ രേഖാമൂലമുള്ള തെളിവ് തന്നെയാണ് ആൻസർ. കണ്ടോടാ, സെക്ഷൻ 2 ക്ലോസ് 1 ക്ലോസ് ഡി. ഇതെങ്ങനെ വായിക്കുന്നത്? സെക്ഷൻ 2 ക്ലോസ് 1 ക്ലോസ് ഡി പ്രകാരം ഇലക്ട്രോണിക് റെക്കോർഡുകളെ രേഖ എന്ന നിർവചനത്തിന് കീഴിൽ കൊണ്ടുവന്നു. അടുത്ത ചോദ്യം നോക്കിക്കേടാ. ഭാരതീയ സാക്ഷി അധിനിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മരണമൊഴി ഡൈയിങ് ഡിക്ലറേഷൻ തെളിവായി സ്വീകരിക്കുന്നത്? ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ, എന്താണ് ഈ ഡൈയിങ് ഡിക്ലറേഷൻ? എടാ, ഒരു കുറ്റകൃത്യത്തിൽ ABCD എന്നിങ്ങനെ 4 പേരുണ്ടായിരുന്നു. ഒരു കുറ്റകൃത്യം ചെയ്യാൻ ABCD എന്നീ 4 പേരുണ്ടായിരുന്നു. ഇതൊരു ചോദ്യമായി ഇങ്ങനെ വരാം കേട്ടോ. അങ്ങനെയെങ്കിൽ അവിടെ ആ കുറ്റകൃത്യത്തിനിടയിൽ ഒരു അപകടം പറ്റുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും ചെയ്തു. ആരുടെ ഹോസ്പിറ്റലായത്? ഈ പറഞ്ഞ A ആണ്. അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം, ഈ A മരിക്കുന്നതിന് മുമ്പ് പറയുകയാണ്, ഡോക്ടറിനോടാ പറയുന്നത് അല്ലെ പോലീസിനോടാ പറയുന്നത്? ഡോക്ടറിനോടാ സാധാരണ പറയാറുള്ളത് അല്ലേ? A പറയുകയാണ്, സാറേ Aയും Bയും Cയും Dയും ചേർന്ന്, അതായത് ഞാനും Bയും Cയും Dയും ചേർന്ന് രാവണനെ ആക്രമിച്ചത് ഞങ്ങൾ അവരെ കൊന്നത് എന്ന് A പറഞ്ഞാൽ ആ പറയുന്ന തെളിവ് മരണമൊഴിയായി രേഖപ്പെടുത്താം. ഇല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മരണമൊഴിയായി, അതായത് മരണക്കിടക്കയിൽ കിടക്കുന്ന പറയുന്നതാണ്. ഏത് സെക്ഷനാടാ? സെക്ഷൻ എന്ന് പറഞ്ഞത് ഡൈയിങ് ഡിക്ലറേഷൻ തെളിവായി സ്വീകരിക്കാം എന്ന് പറയുന്ന സെക്ഷൻ ഏതാ? സെക്ഷൻ 26 ആണ്. മറക്കണ്ട, സെക്ഷൻ 26 ശരി, വിശദീകരണത്തിലേക്ക് പോയാലോ? പണ്ട് 32(1) ഇപ്പോൾ 26 മാറ്റിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിൽ നടത്തുന്ന കുറ്റസമ്മതങ്ങൾ. കൺഫെഷൻ ടു എ പോലീസ് ഓഫീസർ. ചോദ്യമല്ല, പോലീസ് ഓഫീസറിന് മുമ്പായി ഞാൻ കൊടുക്കുന്ന കൺഫെഷൻ. ഞാൻ പറയാണ്, എടാ വേറൊന്നുമില്ല, എന്നെ പോലീസ് അറഞ്ചം പുറഞ്ചം അടിച്ചു. അപ്പോഴാണ് ഞാൻ പറയുന്നത്, ഞാനാ മോഷ്ടിച്ചേ എന്ന് പറഞ്ഞാൽ അതിനെ തെളിവായി സ്വീകരിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഞാൻ പേടിച്ചാ പറഞ്ഞത്, അപ്രഹെൻഷൻ, പേടിച്ചാ ഞാൻ പറഞ്ഞതെങ്കിലോ അത് എടുക്കാനായി പറ്റില്ല. സെക്ഷൻ 22 പ്രകാരമാണോ? സെക്ഷൻ 23 പ്രകാരമാണോ? 25 ആണോ? 30 ആണോ? ആൻസർ ഒന്ന് പറഞ്ഞേടാ. സെക്ഷൻ 23 പ്രകാരം. മറക്കുവോ? സെക്ഷൻ 23 പ്രകാരം എന്നെ തല്ലുവോ അടിക്കുകയോ ഒക്കെ ചെയ്തിട്ടാണെങ്കിലോടാ ഞാൻ ആ മൊഴി കൊടുത്തത്, കൺഫെഷൻ ചെയ്തത്. കൺഫെഷൻ മൊഴി കൊടുക്കുക എന്നുള്ളതല്ല, കൺഫെഷൻ എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു, ഞാനാണേ എന്ന് സമ്മതിച്ചു. അടുത്തലേക്കൊന്ന് പോയേ.
BSc അനുസരിച്ച് ഇലക്ട്രോണിക് രേഖകൾ കോടതിയിൽ ഹാജരാക്കുമ്പോൾ നൽകേണ്ട പ്രത്യേക സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, എടാ ഒരു പ്രമുഖ നടിയുടെ കേസിൽ മെമ്മറി കാർഡാണ് അവിടുത്തെ തെളിവ്, ഒരു തെളിവ്. ആ തെളിവ് പരിശോധിച്ചതിന് ശേഷം അവിടെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ആ സർട്ടിഫിക്കറ്റിന് നമുക്ക് ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 63 പ്രകാരം കമ്പ്യൂട്ടർ പ്രിൻ്റ് ഔട്ടുകൾ, CD, പെൻ ഡ്രൈവ് എന്നിവ തെളിവായി സ്വീകരിക്കാൻ നൽകേണ്ടിയിരുന്ന പഴയ 65B സർട്ടിഫിക്കറ്റ് പുതിയ നിയമത്തിൽ സെക്ഷൻ 63 മാറി. പഠിക്കാനല്ലോ എളുപ്പമല്ലേടാ? ഓർത്ത് വെച്ചോ. ഒരേ ഇടപാടിൻ്റെ ഭാഗമായ വസ്തുതകൾ പഴയ റെസ്ഗസ്റ്റേ സിദ്ധാന്തം BScയിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് പ്രസക്തമാക്കുന്നത്? സെക്ഷൻ 4 പ്രകാരമാണ്. എന്താണ് റെസ്ഗസ്റ്റേ? ഒരേ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരേ സംഭവ സ്ഥലത്തോ അല്ലെങ്കിൽ ഒരേ സമയത്തോ നടന്ന പ്രധാന സംഭവങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള വസ്തുക്കൾ, ഫാക്ട് ഫോമിംഗ് പാർട്ട് ഓഫ് സെയിം ട്രാൻസാക്ഷൻ, തെളിവായി സ്വീകരിക്കാം എന്ന് സെക്ഷൻ 4 പ്രകാരം വ്യക്തമാക്കുന്നു. മറക്കണ്ട, എടാ ഒരേ സംഭവത്തിൽ നടന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ അതിന് സെക്ഷൻ 4 പ്രകാരം തെളിവായി സ്വീകരിക്കാം. കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് പ്രതി മറ്റൊരിടത്തായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന അലിബി വാദം BScയിലെ ഏത് സെക്ഷൻ പരിധിയിലാണ്? എടാ ശ്രദ്ധിച്ച ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ അലിബി എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ ഒരാൾ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുക, നീ വേടാ നീ തെക്കേലെ രാമനെ അടിച്ചു, അയാൾ മരിച്ചു. നീ തെക്കേലെ രാമനെ അടിച്ചു, അയാൾ മരിച്ചു. ഞാൻ പറയണ എൻ്റെ പൊന്നു സാറേ, ഈ തെക്കേലെ രാമനെ ആരാ അടിച്ചത്? ഞാനൊന്നുമല്ല. എടാ നീ അടിച്ചത്, നിനക്ക് തെളിവുണ്ടല്ലോടാ എന്ന് പറഞ്ഞ് അവനെ കോടതി ഹാജരാക്കാൻ പോവുക. അപ്പോഴാണ് എൻ്റെ വക്കീൽ പറയുന്നത്, തെക്കേലെ രാമനെ അടിച്ച അതേ ദിവസം ഞാനെന്ന് പറയുന്ന വ്യക്തി അവിടെ ഉണ്ടായിരുന്നില്ല. അത്രയേ ഉള്ളൂ. തെക്കേലെ രാമനെ അടിച്ച സമയത്ത് ഞാനെന്ന് പറഞ്ഞ വ്യക്തി അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ നമുക്ക് അലിബി എന്ന വാദം ഉപയോഗിക്കാം. കുറ്റം നടന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് കോടതിക്ക് മുമ്പിൽ തെളിയിക്കാൻ ഉപയോഗിക്കുന്ന വാദത്തെ ഏത് സെക്ഷനാണ്? സെക്ഷൻ 9 പ്രകാരം അലിബി എന്ന വാദം പറയുന്നുണ്ട്. ഇതൊന്ന് പഠിച്ചോണേടാ. ശരി, അങ്ങനെയാണെങ്കിൽ ഭാരതീയ സാക്ഷി അധിനിയമത്തിലെ ഏത് വകുപ്പാണ് വിദഗ്ധ അഭിപ്രായങ്ങൾ, എക്സ്പേർട്ട് ഒപ്പീനിയൻ, ഫോറൻസിക്, ഫിംഗർ പ്രിന്റ് എക്സെട്ര തെളിവായി സ്വീകരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്? വേറൊന്നുമില്ല. എടാ ഒരു കുറ്റകൃത്യം നടന്നു, ഒരു കൊലപാതകം നടന്നു, തൊട്ടടുത്തൊരു കത്തി കിടപ്പുണ്ട്. ആ കത്തിയിലെ ഫിംഗർ പ്രിൻ്റൊക്കെ വന്ന് പരിശോധിച്ച് അതവർ തെളിവായി എടുക്കാമെന്ന് കോടതി അതേ ഫിംഗർ പ്രിൻ്റ്, ആ കത്തിയിൽ ഉണ്ടായിരുന്ന ഫിംഗർ പ്രിൻറ്റിനെ തെളിവായി എടുക്കാമെന്ന് കോടതിയിൽ പറയാൻ നമുക്ക് BSc പ്രകാരം ഏത് സെക്ഷനാണ്? സെക്ഷൻ 39 പ്രകാരം സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ ശാസ്ത്രം, കല, ഇനി ചിലപ്പോൾ പറയുകയാണ് ചില ഒരു ഒഫൻസിൽ കലയാണ് വരുന്നതെങ്കിൽ അപ്പോൾ കലാകാരായ ഒരാളെ കൊണ്ടുവരും. ഇല്ലെങ്കിൽ ശാസ്ത്രമാണെങ്കിൽ സയൻസ് ആണ്, ഫോറൻസിക് ആണ് ഫോറൻസിക്, ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ. ചില സമയങ്ങളിൽ പറയത്തില്ലേ ഈ കുട്ടി റേപ്പ് ചെയ്യപ്പെട്ടു, ശ്രദ്ധിച്ചോണേ, ഈ കുട്ടി റേപ്പ് ചെയ്യപ്പെട്ടു. അപ്പോൾ ആരെ കൊണ്ടുവന്ന്? കലയിലുള്ള ആളാണോ? ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരാളെയാണ് കൊണ്ടുവരുന്നത്, ഡോക്ടറെയാണ് കൊണ്ടുവരുന്നത് അല്ലേ? ഡോക്ടർ പറയുവാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതുകൊണ്ട് ഈ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് മനസ്സിലായതനുസരിച്ച് ഈ കുട്ടി റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് ആ വാദത്തെ അംഗീകരിക്കാൻ പറ്റുക സെക്ഷൻ 39 പ്രകാരമാണ്. ഓർത്തു വെക്കുക, സ്വന്തം കക്ഷിക്ക് വേണ്ടി സാക്ഷി പറയാൻ വന്ന് പിന്നീട് കക്ഷിക്കെതിരെ തിരിഞ്ഞ് മൊഴി നൽകുന്ന സാക്ഷികളെ ഹോസ്റ്റൈൽ വിറ്റ്നസ് എന്ന് പറയാം. എടാ ആ പ്രമുഖ നടിയുടെ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രമുഖ നടനെ അറസ്റ്റ് ചെയ്തു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആ നടിയിൽ ഉറപ്പുള്ള നടി പറയാണ്, താണ്ടി 5-6 പേര് വന്ന് എനിക്ക് വേണ്ടി, ശ്രദ്ധിച്ചോണേ, എനിക്ക് വേണ്ടി മൊഴി പറയുമെന്ന് പറഞ്ഞു. കോടതിയിൽ വന്ന് എല്ലാവരും ഹോസ്റ്റൈലായി, മൊഴി മാറ്റി പറഞ്ഞു. ആ പ്രമുഖ നടന് വേണ്ടിയിട്ട് സംസാരിച്ചു. പ്രമുഖ നടിക്ക് വേണ്ടിയാണ് വന്നതെങ്കിലും മാറ്റം വന്ന പ്രമുഖ നടന് വേണ്ടി അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിലൂടെ, അതായത് കേസ് കൊടുത്ത വ്യക്തിക്ക് വേണ്ടി സംസാരിക്കാൻ വരികയും പിന്നീട് പ്രതിക്ക് വേണ്ടി ആ കുറ്റം മാറ്റി പറയുകയോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറയാതിരിക്കുകയോ ചെയ്യുവാണെങ്കിൽ അത് ഹോസ്റ്റൈലായി മാറും. അതായത് നോക്കൂടാ, അങ്ങനെയാണെങ്കിൽ ഏത് വകുപ്പ് പ്രകാരമാണ് കൂറുമാറിയ സാക്ഷി വിസ്തരിക്കാൻ അനുവാദം നൽകുന്ന വകുപ്പ് ഏതാണ്? അവരെ ഒഴിവാക്കത്തൊന്നുമില്ല, കോടതി വിളിക്കും. നിങ്ങൾ ഇന്നൊരു സമയം കണ്ടുവെന്നല്ലേ രേഖപ്പെടുത്തിയിരിക്കുക, പറഞ്ഞേ എടാ ആ കുട്ടി കരഞ്ഞുകൊണ്ട് ഓടി നിന്റെ അടുത്തേക്ക് വരികയും ഈ പ്രതിയുടെ പേര് പറയുകയും ചെയ്തിരുന്നു. ആ കുട്ടി കരഞ്ഞുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് വരികയും ഈ പ്രതിയുടെ പേര് പറയുകയും ചെയ്തു എന്നല്ലേ നിങ്ങൾ പോലീസിൽ കൊടുത്ത മൊഴി? ഇതല്ലേ പോലീസിൽ കൊടുത്ത മൊഴി? അത് ഞാൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല. മൊഴി കൊടുക്കാൻ കോടതിയിൽ വരുമ്പോൾ ഏത് സെക്ഷൻ പ്രകാരമാണ് നോക്കിയേ? സെക്ഷൻ 154. മറക്കേണ്ട, സെക്ഷൻ 154 കൊടുത്തിട്ടില്ല ഇതിനകത്ത്. എടാ നോക്കിക്കേ, 157 തന്നെയാണ്. ഇത് ഇപ്പുറത്ത് കിടക്കുന്നത് പഴയതാണ്, ഒരു ചെറിയ മാറ്റം വന്നതാണ്. 157 ആണ്. 154 CRPC.
ഇപ്പോൾ വന്നപ്പോൾ 157 മാറിയിരിക്കുക. ഏതാണ്ട് ഇവിടെ ഉണ്ടടാ 157, പഴയത് 154, ഓർത്ത് വെക്കുക കേട്ടോ. അങ്ങനെയെങ്കിൽ നോക്കിക്കേ, ഒരു കേസ് തെളിയിക്കുന്നതിനായി കോടതിയിൽ എത്ര സാക്ഷികളെ വിസ്തരിക്കണമെന്ന് BSA നിയമം നിഷ്കർഷിക്കുന്നു. നല്ലൊരു ചോദ്യം. ഒരു ചോദ്യം വന്നാലോ സംശയം വരും, ആടാ പഴയ ആലോചിച്ചൊക്കെ. ഞാനൊരു എക്സാമ്പിൾ പറയാം. പുറ്റിങ്ങൽ അപകടം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പരവൂർ, കൊല്ലം ജില്ലയിലെ പരവൂരിൽ ഒരു അമ്പലമുണ്ട് പുറ്റിങ്ങൽ. ആ അമ്പലത്തിൽ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടായി അല്ലേ? സ്ഫോടക വസ്തുക്കൾ, അതായത് കൊണ്ടുവന്നിട്ടുള്ള പടക്കം അതും ഇതും എല്ലാം കൂടെ പൊട്ടിത്തെറിച്ചടാ. എത്രയോ ആൾക്കാരാണ് കൊല്ലപ്പെട്ടത്. വലിയ പ്രധാനമന്ത്രി നേരിട്ട് വരികയൊക്കെ ചെയ്തില്ലേ? അപ്പോൾ അതെ, ഈ വിഷയത്തിൽ നോക്കിക്കേ, സാക്ഷികളായി എത്രയോ പേരുണ്ടെന്ന് അറിയാമോ? അനേകം ആൾക്കാരുണ്ട് സാക്ഷികളായി. എനിക്ക് തോന്നുന്നു 200-ലധികം ആൾക്കാരുണ്ടോ സാക്ഷികളായി. അങ്ങനെയാണെങ്കിൽ ഒരു പരിധിയുണ്ടോ സാക്ഷികൾക്ക്? എടാ, ഒരു ഒഫൻസ് നടന്നാൽ അതിന് സാക്ഷി പറയാൻ വരുന്നവരുടെ പരിധിയുണ്ടോ? പരിധി ഇല്ല. കുറഞ്ഞത് 2 സാക്ഷികളല്ല, ഒരു ഐ വിറ്റ്നസ് എങ്കിലും വേണമല്ല. കൃത്യമായ എണ്ണം നിശ്ചയിച്ചിട്ടില്ല. ഇതാണ് ആൻസർ. ശരി. ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്താൽ ഭർത്താവോ ബന്ധുക്കളോ സ്ത്രീധന പീഡനം നടത്തിയിട്ടുണ്ടാകാം എന്ന് കോടതിയുടെ അനുമാനത്തെ പ്രിസംഷൻ പറയുന്നത് പുതിയ ഏത് സെക്ഷനിലാണ്? നല്ലൊരു കാര്യമാണ്. ഇവിടെ ഇതൊരു അസംഷനിലേക്ക് കോടതി എത്തുക. BSA പ്രകാരമാണ് 6 വർഷം കഴിഞ്ഞ ഒരു സ്ത്രീ നിരന്തരമായി അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വന്തം ഭർത്താവ് വീട്ടുകാരും. എന്താ ചോദിക്കുന്നത്? ഡൗറി. സ്ത്രീധനം സ്ത്രീ കൊണ്ടുതരാന്ന് സ്ത്രീധനം കൊണ്ടാ. അവസാനം അവർ ആത്മഹത്യ ചെയ്തു. അതിന് നമുക്ക് ഡൗറി ഡെത്ത് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഡൗറി ഡെത്ത് കോടതി കാണുക 7 വർഷത്തിനുള്ളിലാണ് ഇവരാൾ മരിച്ചത്. ഇടയ്ക്കിടെ സ്ത്രീധനം വാങ്ങിയിരുന്നു, അല്ലെ സ്ത്രീധനം ചോദിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു മരണം സംഭവിച്ചത്. അതിനെ ഡൗറി ഡെത്തായിട്ട് കൺസിഡർ ചെയ്യാം എന്ന് കോടതിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന സഹായിക്കുന്ന സെക്ഷൻ ഏതാ? ഒന്ന് പറഞ്ഞേടാ. സെക്ഷൻ 117 മറക്കോ? സെക്ഷൻ 117. ഒന്ന് ഓർത്തെ, അടുത്തയിലേക്ക് വരാം. ഇവിടുത്തെ അവസാനത്തെ ചോദ്യം, ഭാരതീയ സാക്ഷ്യ അധിനിയം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുകയും രാഷ്ട്രപതി അംഗീകാരം നൽകുകയും ചെയ്തത് എന്നായിരുന്നു? എടാ, ഇത് പഠിച്ചല്ലേ BSA? ഒന്ന് പറഞ്ഞേ, എവിടെയാടാ നമ്മളെ? ജൂലൈ 1, 2024 ജൂലൈ 1 അല്ല. നോക്കിക്കേ, ഇവിടെയാണ് നോക്കേണ്ടത്. 2024 ജൂലൈ കേം ഇൻറ്റു ഫോഴ്സ് അഥവാ നിലവിൽ വന്ന വർഷമാണ്. പക്ഷെ ഇവിടെ ചോദ്യം എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. രാഷ്ട്രപതി അംഗീകാരം നൽകിയ ദിവസമാണ്. അതായത് പാർലമെന്റിൽ പാസ്സാക്കി നേരെ ആരുടെ അടുത്തേക്ക് പോയി? ദ്രൗപദി മുർമുവിൻ്റെ അടുത്തേക്ക് പോയി. ദ്രൗപദി മുർമു ആയിരുന്നു അന്ന്? അല്ല, രാംനാഥ് കോവിന്ദ് ആയിരുന്നു അന്ന് തോന്നുന്നു. ഒന്ന് നോക്കി കേൾക്കണേടാ. അപ്പോൾ രാഷ്ട്രപതി സൈൻ ചെയ്ത ആ ദിവസത്തെക്കുറിച്ചാണ്. ഇതായിരുന്നോ ചോദ്യം? അല്ല. ആൻസർ 2023 ഡിസംബർ 25 രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത്. വളരെ വേഗത്തിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ് കേട്ടോ, മറക്കണ്ട. ഇനി നമുക്ക് കേരള പോലീസ് ആക്ടിനെ കുറിച്ച്. കേരള പോലീസ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ? പോലീസ്, കേരളത്തിലെ പോലീസിന്റെ ഘടനയെക്കുറിച്ച്, അവകാശങ്ങളെക്കുറിച്ച്, അധികാരങ്ങളെക്കുറിച്ച് വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുകയും അധികാരം പോലീസിന് നൽകുകയും ചെയ്യുന്ന ആക്റ്റാണ് കേരള പോലീസ് ആക്ട്. നിലവിൽ വന്ന തീയതി ഒന്ന് പറഞ്ഞില്ല, മുൻകാല ചോദ്യമാണ്. 2011 കേരള പോലീസ് ആക്ട് നിലവിൽ വന്ന തീയതി എന്നാണ്. ഒന്ന് പറഞ്ഞേ. എപ്പോഴും ഈ ഓർത്ത് വെക്കേണ്ട ഡേറ്റ് 2011 ഫെബ്രുവരി 15 നിലവിൽ വന്ന എന്നാടാ? 2011 ഫെബ്രുവരി 15. ഈ ആക്ട് പ്രാബല്യത്തിൽ വന്നത് 2011 ഫെബ്രുവരി 15 സെക്ഷൻ 1 അനുസരിച്ച് ഈ ആക്ടിലെ കേരള സംസ്ഥാനം മുഴുവൻ ബാധകമാണ്. ഒരു ചോദ്യം കൂടെ കിട്ടിയല്ലോ. ഇവിടെ ചോദ്യമാണ്, സെക്ഷൻ 1 എന്താ പറയുന്നത് കേരള പോലീസ് ആക്ടിലെ? ഈ കേരളം മുഴുവൻ ഈ ആക്ട് ബാധകമാണെന്ന് പറയുന്നു. അടുത്തതിലേക്ക് വന്നേ. കേരള സംസ്ഥാനത്തിനായി ഒരൊറ്റ പോലീസ് സേന ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന സെക്ഷൻ ഏതാണ്? എടാ, ഒന്ന് നോക്കി. നമ്മുടെ സംസ്ഥാനത്ത് കേരള പോലീസിനുള്ളിൽ തന്നെയാണ് എല്ലാം വരുന്നത്. ക്രൈം ബ്രാഞ്ച്, ഫോറൻസിക് വേറെയാണ്. ക്രൈം ബ്രാഞ്ച്, അതുപോലെ തന്നെ CBCID, അത് സെൻട്രൽ ആണെങ്കിലും പോലീസിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വരുന്നോ ഒരൊറ്റ പോലീസ് സേന നമുക്കുള്ളൂ, കേരള പോലീസാണ്. അങ്ങനെയാണെങ്കിൽ കേരള പോലീസിന് ഒറ്റ പോലീസ് സേന മാത്രം മതി എന്ന് പറയുന്ന സെക്ഷൻ 14. മറക്കേണ്ട സെക്ഷൻ 14. ഇനി ഒരു കാര്യമുണ്ട്, കേരള പോലീസിന്റെ തലവൻ ആരാ? ഇതും ചോദ്യമായി ചോദിക്കാം. SPC, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് അല്ല, പോലീസ് ചീഫാണ് കേട്ടോ, മറക്കല്ലേ. ഇനി 14 ഈ പറയുന്ന SPC അഥവാ സ്റ്റേറ്റ് പോലീസ് ചീഫിന് പ്രത്യേക അധികാരം എന്താ? ഈ രാജ്യത്തല്ല, ഈ സംസ്ഥാനത്തിൻ്റെ പോലീസുകാരുടെ ചുമതലയുണ്ട്.
ആ ചുമതലയുണ്ടെന്നും അദ്ദേഹം തലവനാണെന്നും പറയുന്ന സെക്ഷൻ ഏതാ? 14. മറക്കണ്ട. അടുത്തിലേക്ക് വന്നാൽ ജനമൈത്രി സുരക്ഷാ പദ്ധതി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോലീസിംഗ് ഔദ്യോഗികമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന സെക്ഷൻ ഏതാണ്? മുൻ വർഷത്തെ ചോദ്യമാണ്. ഇവിടെ ശ്രദ്ധിച്ചോ, കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്ന് പറഞ്ഞാൽ, ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായിട്ടുള്ള ആത്മബന്ധം വർദ്ധിപ്പിക്കുക, പോലീസും ജനങ്ങളും തമ്മിലുള്ള അടുപ്പം കൂട്ടുക, ഇവയും ലക്ഷ്യമിട്ടിട്ടാണ് ജനമൈത്രി എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നത്. അങ്ങനെയെങ്കിൽ ഈ പദ്ധതി ഏത് സെക്ഷനുമായി ബന്ധപ്പെട്ടതാണ്? സെക്ഷൻ 64 പ്രകാരം 64 പ്രകാരം, ചിലതിനകത്ത് 61 കൊടുത്തിട്ടുണ്ട്, 64 പ്രകാരം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. പോലീസും ജനങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള പദ്ധതിയാണ് ജനമൈത്രി എന്നുള്ള പദ്ധതി കേട്ടോ. ഓർത്ത് വെച്ചോണേ. കേരള പോലീസ് ആക്ടിലെ ഏത് സെക്ഷനിലാണ് പോലീസിന്റെ പൊതു ചുമതലകളെ, ജനറൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇവിടെ സാധാരണ നിങ്ങൾക്ക് സംശയം വരുന്നൊരു ചോദ്യമാണ്. ഈ ചോദ്യവും തൊട്ടടുത്തുള്ള ചോദ്യം, അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ പറയുന്ന കാര്യം ഒന്ന് നോക്കി. സെക്ഷൻ 3 പ്രകാരം ക്രമസമാധാന പാലനം, ജീവന്റെയും സ്വത്തിന്റെയും സംരക്ഷണം, ഭരണഘടനയോടും നിയമങ്ങളോടുമുള്ള കൂറ് എന്നിവ ഉറപ്പാക്കുക എന്നത് പോലീസിന്റെ പൊതുവായ ചുമതലയാണ്. ഇത് പൊതുവായ ഒരു ചുമതലയെക്കുറിച്ച് പറയാം, ജനറൽ ഡ്യൂട്ടിയെ കുറിച്ച് മാത്രം പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 3 ആണ്. മറക്കണ്ട. ഇതിന്റെ ആൻസർ എന്താണ്? സെക്ഷൻ 3. സ്പെസിഫിക്കലി അല്ല, മുഴുവൻ ചുമതലകളും ഉണ്ട്, പോലീസ് അങ്ങനെ ചുമതല ഉണ്ട് എന്ന് പറയുന്ന സെക്ഷൻ 3. അപ്പൊ സെക്ഷൻ 4 എന്താണെന്ന് നോക്കിക്കേ. ഇവിടാണ് അതേ ചോദ്യം. സെക്ഷൻ 4 പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് ആൻസർ. ഇതാണ്: കുറ്റകൃത്യങ്ങൾ തടയുക, റോഡുകളിലെ തടസ്സങ്ങൾ മാറ്റുക, ക്രമസമാധാനം ഉറപ്പാക്കുക എന്നിവ പോലീസിന്റെ കൃത്യങ്ങളായി ഫങ്ഷൻസ് ഓഫ് ദ പോലീസ് എന്ന് നിർവചിച്ചിരിക്കുന്നത്. ഇവിടെ ഓർക്കുക, പോലീസിന്റെ ചുമതലകൾ ഏതൊക്കെയാണെന്ന് പറയുന്നത് സെക്ഷൻ 4. പോലീസിൽ ജനറലായിട്ട് കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്, പൊതുവായ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് സെക്ഷൻ 3. അത് ഏതൊക്കെയാണ് വിവരിക്കുന്ന സെക്ഷൻ 4. ഓക്കെ ആണോ? ഇവിടെ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ചോദ്യം നന്നായി മനസ്സിലാക്കുക. അടുത്ത നോക്കിക്കേ. കാര്യക്ഷമമായ പോലീസ് സേവനം ലഭിക്കാൻ പൗരന്മാർക്ക് അവകാശമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന സെക്ഷൻ ഏതാണ്? ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയാൽ എൻ്റെ പരാതി കൃത്യമായി കേൾക്കണം, എൻ്റെ പരാതിയിന്മേൽ അന്വേഷണം നടത്തണം, ഇവയെല്ലാം കൃത്യമായി പോലീസിൻ്റെ അല്ലെങ്കിൽ പൗരന്മാർക്ക് നൽകേണ്ട സേവനമാണെന്ന് ഉറപ്പാക്കുന്ന സെക്ഷൻ ഏതാ? ഒന്ന് പറഞ്ഞ സെക്ഷൻ 7 ആണ്. മറക്കണ്ട, സെക്ഷൻ 7. അടുത്ത ചോദ്യം. പൊതുവായ സ്ഥലങ്ങളിൽ വെച്ച് പോലീസുമായുള്ള സമ്പർക്കങ്ങൾ ഓഡിയോ വീഡിയോ രൂപത്തിൽ റെക്കോർഡ് ചെയ്യാൻ പൊതുജനങ്ങൾക്കും പോലീസിനും അവകാശം നൽകുന്ന സെക്ഷൻ ഏതാണ്? നല്ലൊരു ചോദ്യമല്ലേ? ശ്രദ്ധിച്ചോണേ. അതായത് പൊതുജനങ്ങൾക്ക് പ്രത്യേക അധികാരങ്ങൾ കൊടുക്കുകയാണ്. എന്തുമായി ബന്ധപ്പെട്ടാണ്? ഓഡിയോ വീഡിയോ രൂപത്തിൽ റെക്കോർഡ് ചെയ്യാൻ. വേറൊന്നുമില്ല, പോലീസിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി എന്ത് ചെയ്യണം? രേഖപ്പെടുത്തണം. അങ്ങനെ രേഖപ്പെടുത്താൻ സഹായിക്കുന്ന, അവരെ അങ്ങനെ അനുവദിക്കുന്ന, അനുവാദം നൽകുന്ന സെക്ഷനാണ് എന്നൊന്ന് പറഞ്ഞുതരാം. സെക്ഷൻ 33. മറക്കേണ്ട, സെക്ഷൻ 33 ആണ്. സുതാര്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായാണ് പോലീസുകാർ ചെയ്യുന്നത്, ക്രമസമാധാനം ചെയ്യുന്നത്, പ്രവർത്തികൾ ചെയ്യുന്നത്, ഡ്യൂട്ടി, അവരുടെ ഫംഗ്ഷൻ അതൊക്കെ ചെയ്യുന്നത് കൃത്യമായി ഉറപ്പാക്കുവാനും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് നമുക്ക് വീഡിയോ ഓഡിയോ റെക്കോർഡ് എടുക്കാം. ചിലപ്പോൾ നിങ്ങൾ ഇത് വേറൊന്നുമില്ല, ഇത് ഓർത്ത് വെച്ചോണേ. സെക്ഷൻ 33. നിങ്ങൾ പുറത്തിറങ്ങി ഒരു പോലീസുകാരുമായി തർക്കമുണ്ടായി, ഫോൺ എടുത്ത് അതൊക്കെ റെക്കോർഡ് ചെയ്യാം. അവൾ ചോദിക്കും, നിനക്ക് എന്ത് അവകാശം? സെക്ഷൻ 33 ഓഫ് കേരള പോലീസ് ആക്ട് പ്രകാരം ഞങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞ് അങ്ങ് മനസ്സിലാക്കിക്കോ. സിമ്പിൾ ആണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം. ഒരാളെ കാണാതായി എന്ന് ബോധ്യപ്പെട്ടാൽ സെക്ഷൻ 57 പ്രകാരം പോലീസ് ആദ്യം ചെയ്യേണ്ടത് എന്ത്? നല്ലൊരു ചോദ്യമാടാ. നോക്കിക്കേടാ. ഒരാളെ കാണാതായി, പോലീസ് എന്താ ചെയ്യേണ്ടത്? അന്വേഷണം 30 ദിവസത്തേക്ക് മാറ്റി വെക്കുക. അത് ഏത് പോലീസാണ് ചെയ്യാൻ പറ്റുന്നത്? തെറ്റ്. ഉടൻ തന്നെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്ത് പ്രാഥമിക അന്വേഷണം ആരംഭിക്കുക. ശരി. അപ്പോൾ ബാക്കിയൊക്കെ തെറ്റാണ്. ശരി ഏതാണ്? ഇതാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. പൊതുനിരത്തുകളിൽ ഗതാഗതം നിയന്ത്രിക്കുക. നേരത്തെ പറഞ്ഞ പോലീസിന്റെ ഉത്തരവാദിത്തപ്പെട്ട സെക്ഷൻ 4 പ്രകാരമാണ്. ഇനി ഇവിടെ പൊതുനിരത്തുകളിൽ ഗതാഗതം നിയന്ത്രിക്കാനും ക്രമീകരിക്കാനും പ്രത്യേകം പറയുന്നതാണ്. മറ്റത് ഏതൊക്കെയാണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ വ്യക്തമാക്കുന്ന അവിടെയാണെങ്കിലും ഈ ചോദ്യം ഒന്ന് മനസ്സിലാക്കിക്കടാ. സെക്ഷൻ ഏത് പ്രകാരമാണ്? 61 പ്രകാരം. നോക്കിക്കേ, 61 പ്രകാരം ഓർത്തു വെച്ചോ. പൊതുനിരത്തുകളിൽ ഗതാഗതം നിയന്ത്രിക്കാനും ക്രമീകരിക്കാനും. ഒരു അപകടമുണ്ടായ സ്ഥലം, അല്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സ്ഥലം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥലം,
അവിടേക്ക് പോലീസുകാർ പറയുകയാണ് നിങ്ങൾ ഈ വഴിയല്ല ആ വഴി പൊക്കോണം, ഇല്ലെങ്കിൽ ഒരു ബാരിക്കേഡ് വെച്ച് തടഞ്ഞു നിർത്തി. ചോദ്യം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, ചോദ്യം ചെയ്യാൻ പറ്റില്ല. പോലീസുകാർക്ക് അതിന് അധികാരം നൽകുന്ന സെക്ഷൻ 61. അടുത്ത ചോദ്യം, ശബ്ദ മലിനീകരണം മൂലമുണ്ടാകുന്ന ശല്യങ്ങൾ നിയന്ത്രിക്കാൻ പോലീസിന് അധികാരം നൽകുന്ന സെക്ഷൻ ഏതാണ്? നല്ലൊരു ചോദ്യമല്ലേ? നോക്കേ, രാത്രി 8 മണിക്ക് വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി സ്പീക്കറൊക്കെ വെച്ച് ഭയങ്കര ശബ്ദം ഉണ്ടാക്കുക. ആ ശബ്ദം നിയന്ത്രിക്കാൻ പോലീസിന് അധികാരമുണ്ട്. അത് പിടിച്ചോണ്ട് പോകാനോ അവർക്ക് മേലനി ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ശബ്ദം കുറയ്ക്കുക എന്ന് പറയാൻ പോലീസിന് അധികാരം നൽകുന്ന ഏത് സെക്ഷനാണ്? 61 അല്ലെന്ന് നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കി. അത് 77 സെക്ഷൻ 76. ഉച്ചഭാഷണി, ലൗഡ് സ്പീക്കർ ഉപയോഗം, അമിത ശബ്ദമുണ്ടാക്കുന്ന ഉപകരണങ്ങൾ എന്നിവ നിയന്ത്രിക്കാൻ പോലീസിന് അധികാരം നൽകുന്നത് സെക്ഷൻ 77. പോലീസിന്റെ ഔദ്യോഗിക ചുമതലകൾ തടസ്സപ്പെടുത്തുന്നതിനോ ഇടപെടുന്നതിനോ ഉള്ള ശിക്ഷ. പോലീസുകാരൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചെന്ന് തടസ്സം ചെയ്തു, ഇല്ലെങ്കിൽ പോലീസ് എന്നെ തടഞ്ഞു നിർത്തി. ഉത്തരവാദിത്ത ലംഘനമാണെങ്കിൽ, അതായത് അവൻ ചെയ്യുന്ന പോലീസിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ഞാൻ തടഞ്ഞാൽ എനിക്ക് ലഭിക്കാവുന്നത് എത്രയാണ് ശിക്ഷ? എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 117. മറക്കണ്ട, ആ 117 പ്രകാരം കുറ്റകൃത്യവണം തടസ്സപ്പെടുത്തിയാൽ 3 വർഷം, മറക്കോടാ, 3 വർഷം വരെ തടവോ 10,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ 2 കൂടിയോ ലഭിക്കാം. അപ്പോൾ പോലീസിനെ തടയാൻ പാടുണ്ടോ? തടയാൻ പാടില്ല. തടഞ്ഞാലോ 3 വർഷം വരെ ജയിലിൽ കിടക്കാം, ഇല്ലെങ്കിൽ 10,000 രൂപ പിഴയോ ലഭിക്കാം. വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക, ലഹരി ഉപയോഗിച്ച് പൊതുസ്ഥലത്ത് ബഹളമുണ്ടാക്കുക, അപകടമുണ്ടാക്കുക എന്നിവയ്ക്ക് പോലീസ് ചുമത്തുന്ന സെക്ഷൻ ഏതാണ്? ഞാൻ ലഹരി ഉപയോഗിച്ച് അപകടമുണ്ടാക്കുകയോ വ്യാജ സന്ദേശങ്ങൾ നൽകി അവിടെ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ എനിക്കെതിരെ സെക്ഷൻ 118 പ്രകാരം കുറ്റകൃത്യങ്ങൾ ചെയ്യാം. 118 പ്രകാരം അത് കുറ്റകൃത്യമാണ്, എന്നെ അറസ്റ്റ് ചെയ്യാം. അടുത്ത സെക്ഷൻ, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ, പണിഷ്മെന്റ് ഫോർ അട്രോസിറ്റി അഗെയിൻസ്റ്റ് വിമൻ. കേരള പോലീസ് ആക്ടിലെ ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന സെക്ഷൻ ഏതാണ്? ഇത് മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യം, നിർബന്ധമായും പഠിക്കുക. ഏതാടാ? 119 പ്രകാരം. മറക്കണ്ട, 119 പ്രകാരം സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അവ അത് ചെയ്തു കഴിഞ്ഞാൽ 3 വർഷം വരെ പിഴയും 3 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. ഓക്കെ ആണോടാ? വേറൊന്നുമില്ല. അപ്പം നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ? പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയാൽ 3 വർഷം 10,000 രൂപ. സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണമാണെങ്കിൽ അത് 3 വർഷം 10,000 രൂപ. പഠിക്കാൻ എളുപ്പമാണോ? രണ്ടും ഒന്ന് കണക്ട് ചെയ്ത് നോക്കിക്കേ. പോലീസിനെ തടഞ്ഞാലും സ്ത്രീകൾക്കെതിരെ ആക്രമണം നടത്തിയാലും 3 വർഷം തടവും 10,000 രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ അവസാനത്തെ ചോദ്യം, കേരള പോലീസ് ആക്ട് 2011 രൂപീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് നിലവിലിരുന്ന പോലീസ് നിയമം ഏതായിരുന്നു? ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? അത് വേറൊന്നുമില്ല, 1960 കേരള പോലീസ് ആക്ടിനെ മാറ്റം വരുത്തിയിട്ടാണ് 2011 പുതിയ കേരള പോലീസ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. 1960 മറക്കണ്ട, 1960 കഴിഞ്ഞു. ഇന്ന് നമ്മൾ എന്താ പഠിച്ചത്? ക്രിമിനൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട്, ഇന്ത്യയിലെ ശിക്ഷാ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള 3 ആക്ടുകൾ കൂടെ കേരള പോലീസ് ആക്ടുമാണ്. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം, കേരള പോലീസ് ആക്ട്. വേറെ ഒന്നുമില്ല. ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾ അങ്ങ് പഠിക്കുക. എത്രമാത്രം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ അത്രമാത്രം കഷ്ടപ്പെട്ട് പഠിച്ചാൽ ഇഷ്ടപ്പെട്ട ജോലി നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, കഷ്ടപ്പെട്ട് പഠിച്ചാൽ ഇഷ്ടപ്പെട്ട ജോലി നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നാളെ നിങ്ങളുടെ സന്തോഷത്തിലേക്ക്, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കട്ടെ. എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ടായിരിക്കുന്നതാണ്. എൻട്രിയുടെ ഒപ്പം നിങ്ങൾ തുടരുക. തീർച്ചയായിട്ടും അടുത്ത ഏതെങ്കിലും ലക്ഷ്യം നിങ്ങൾ കൈവരിക്കാൻ, നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ കൂടെ ഉണ്ടാകും. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.